അക്രമിയോട് അതിൻ്റെ ന്യായമോ വിധിയോ പറയാൻ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പം ശരിക്ക് പറയണം ഇതിൻ്റെ മറുപടി. ഇവിടെ ധർമ്മമാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് ആര് പറഞ്ഞു? വിതുരൻ. ദ്രൗപദീ പ്രശ്നമുക്തൈവം രോരവീതി ഹ്യനാഥവത് നച വിബ്രൂതതം പ്രശ്നം സഭ്യ ധർമ്മോത്ര പീഡ്യതേ. നിങ്ങൾ മറുപടി പറയാതെ ഇരിക്കുന്നിടത്തോളം കാലം ഈ ദ്രൗപദി ഇവിടെ തന്നെ കിടന്ന് കരയേണ്ടി വരും. ഒരു കുരഴിപ്പക്ഷിയെ പോലെയാണ് ആ സ്ത്രീ കിടന്ന് കരയുന്നത്. നിങ്ങൾക്ക് ആർക്കും കണ്ണില്ലേ, കരളില്ലേ, കാതില്ലേ, എന്ത് പറ്റിയെന്നാണ് ചോദിക്കണത്. അത് പറഞ്ഞ ഉടനെ ദ്രൗപദി മിണ്ടാതിരിക്കുന്നില്ല. അവർക്കാണല്ലോ ഇപ്പോൾ അവരെ ഡിഫെൻഡ് ചെയ്യേണ്ടത്. വേറെ ഒരാളും അവിടെ ഡിഫെൻഡ് ചെയ്യാനില്ല. ഭർത്താക്കന്മാർ നിസ്സഹായന്മാരാണ്, അടിമകളാണ്. ബാക്കിയുള്ളവരൊക്കെ ദ്രൗപദിയുടെ എതിർപക്ഷത്തിൽപ്പെട്ടവരാണ്. ദുര്യോധനാണ് അവിടെ എല്ലാം റൂൾ ചെയ്യുന്നത്. ദുര്യോധൻ്റെ അച്ഛനാകട്ടെ കുരുടനാണ്, അദ്ദേഹം നേരിട്ട് കാണുന്നുമില്ല. ഗാന്ധാരി ഇല്ല, കണ്ണ് കാണില്ല മിണ്ടാൻ. അപ്പോൾ പിന്നെ എവിടുന്നാ നീതി കിട്ടുക? അപ്പോൾ ദ്രൗപദി തന്നെ അവരുടെ നിലപാട് പറയാണ്. ജിതാം വാപ്യജിതാം വാപി മന്യധ്വം മാം യഥാ നൃപാഃ തഥാ പ്രത്യുക്തമിച്ഛാമി തത് കരിഷ്യാമി കൗരവാഃ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എല്ലാവരും പറയും വസ്ത്രം കിട്ടി, പ്രശ്നം അവസാനിച്ചു, പ്രശ്നം അവസാനിച്ചു, ദ്രൗപദിയെ രക്ഷിച്ചു കൃഷ്ണൻ, ഭഗവാൻ, ഹരി. എന്ത് രക്ഷ? അവിടെ കിടക്കണു, അവിടുന്ന് എണീറ്റ് പോകാൻ പറ്റില്ല. തടയാൻ അവിടെ ആൾക്കാരുണ്ട്, ആദ്യം കിടന്നു പിടിക്കും. അതാണ് അവിടുത്തെ നില. ജിതാം വാപ്യജിതാം വാപി മന്യധ്വം മാം യഥാ നൃപാഃ. ഇവിടെ ഹസ്തിനപുരത്തിലുള്ള രാജാക്കന്മാർ മാത്രമല്ല, അനവധി രാജാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ചക്രവർത്തിമാരുമുണ്ട്. നിറഞ്ഞ സദസ്സാണ്, ഒരു പോരായുമില്ല. ഈ കാര്യത്തിൽ നിങ്ങളൊരു വിധി കൽപ്പിച്ചില്ലെങ്കിൽ സ്വർഗത്തിലല്ല ഇതിൻ്റെ വിധി ഉണ്ടാവാൻ പോകുന്നത്, നരകത്തിലുമല്ല, ഭൂമിയിൽ, ഈ സദസ്സിൽ, ഈ ഗൃഹത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നും മുഖത്തിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും വേണം ഇതിന് വിധി ഉണ്ടാവാൻ. അതുകൊണ്ട് ചോദിക്കുന്നു, ജിതാം വാപ്യജിതാം വാപി മന്യധ്വം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഫീലിംഗ്, തോന്നൽ എന്താണ്? ബുദ്ധിയിലുള്ള അഭിപ്രായം എന്താ? നിശ്ചയം എന്താന്ന് പറയൂ. ജിതാം വാപ്യജിതാം വാപി. എന്നെ എതിർപക്ഷക്കാരെ കയ്യിലാക്കി ജയിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? അതോ ഞാൻ അജിതയാണ്, ജയിക്കപ്പെട്ടിട്ടില്ല എന്നോ? ഈ കാര്യത്തിന് നിങ്ങൾ മറുപടി പറയണം. മഹാരാജാക്കന്മാരെ, തഥാ പ്രത്യുക്തമിച്ഛാമി. ചോദ്യം ഉന്നയിക്കാനേ എനിക്ക് പറ്റുള്ളൂ. ഞാനിവിടെ കഷ്ടപ്പെട്ട് കിടക്കുകയാണ്. തെറ്റായ ഒരു കാര്യത്തിന്, നടന്നിട്ടില്ലാത്തൊരു സംഭവത്തിന്, ഒരു ക്രൂരതയ്ക്ക് വിധേയമായിട്ട് ഞാൻ കിടന്ന് ഉഴലാണ്, കേഴുകയാണ്. ആ കേഴുന്ന എനിക്ക് പ്രത്യുക്തമിച്ഛാമി, എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയൂ, പറയൂ, പറയൂ. തത് കരിഷ്യാമി കൗരവാഃ. നിങ്ങൾ എന്ത് മറുപടി പറഞ്ഞാലും കൗരവന്മാരെ ഞാനത് ചെയ്യാം. പക്ഷേ എൻ്റെ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്നുള്ളത്, അതിൻ്റെ പ്രാധാന്യവും നിർണായകത്വവും ഭീഷ്മ പിതാമഹൻ സമ്മതിച്ചു കഴിഞ്ഞതാണ്. അദ്ദേഹം ഒന്നേ പറയുന്നുള്ളൂ, ചോദ്യം ശരിയാണ്, എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന് പോലും മറുപടി പറയാൻ പറ്റാത്തത്ര ഗൗരവമുള്ളതും ആഴമുള്ളതും സങ്കീർണവുമാണ് എൻ്റെ ചോദ്യമെന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതെന്തോ ആകട്ടെ, ഈ ചോദ്യത്തിന് മറുപടി കിട്ടാതെ എന്നെ ഒരാൾക്ക് തൊടാനോ ദാസ്യപ്പെട്ടു എന്ന് പറയാനോ പറ്റില്ല. ഞാൻ ദാസ്യം അംഗീകരിക്കുന്നില്ല. ദ്രൗപദി ഇത്രയും പറഞ്ഞപ്പോൾ ആദ്യം മറുപടി പറഞ്ഞത് ഭീഷ്മനാണല്ലോ. ധർമ്മത്തിൻ്റെ സുസൂക്ഷ്മ സ്വഭാവം കൊണ്ടും സ്ത്രീകൾ ഒറ്റപ്പെട്ടവരാണ്, അവരെപ്പോഴും പുരുഷന്മാർക്ക് അധീനരാണ് എന്നുള്ള രണ്ട് കാരണത്താലും, യുധിഷ്ഠിരൻ സ്വയമേവ ചൂത് കളിച്ച് നിന്നെ കൊടുത്തതാണ് എന്നുള്ള കാരണത്താലും എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ചോദ്യം വളരെ പ്രസക്തമാണെന്ന് അതേ ഭീഷ്മൻ പറയണൂതാ, നിങ്ങളെല്ലാവരും കേട്ടോളൂ. ഉക്തവാനസ്മി കല്യാണി ധർമ്മസ്യ പരമാഗതിഃ ലോകേന ശക്യതേ ജ്ഞാതും അഭിവിജ്ഞൈർമഹാത്മഭിഃ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പലപ്പോഴും ഈ ഇൻ്റർനാഷണൽ, അന്താരാഷ്ട്രീയ ലെവലിൽ അമേരിക്കയിൽ നിന്ന് ചില പ്രസ്റ്റേറ്റ്മെൻറ്റും ചില കാര്യങ്ങളൊക്കെ വരും. ഞാൻ പലപ്പോഴും അവരുടെ ആ ശബ്ദങ്ങളും പ്രയോഗങ്ങളും അത് കണ്ട് വളരെയധികം അത്ഭുതപ്പെടാറുണ്ട്. എന്ത് കാര്യം വേണമെങ്കിലും വളച്ചൊടിച്ചങ്ങോട്ട് പറയാൻ മിടുമിടുക്കന്മാരാവർ. അത്ര സാമർഥ്യം ഇന്ത്യക്ക് ഉണ്ടോ എന്നുള്ളത് സംശയമാണ് എനിക്ക്. എന്തെല്ലാം പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ഉണ്ടോ ആ ഡോക്യുമെൻറ്റിൽ അവിടെ ഒരു വാക്ക് കുത്തിത്തിരുകും, ഇവിടെ രണ്ട് വാക്ക് എടുത്തു കളയും. അപ്പോൾ എന്ത് കാര്യം അവതരിപ്പിക്കുമ്പോഴും ആ അവതരണത്തിൽ പല സാമർഥ്യവും നമുക്ക് പ്രയോഗിക്കാനുണ്ട്. ലോകത്തെ നയിക്കുന്നത് മനുഷ്യബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് കീഴിലുള്ള പണമാണ്.
എപ്പോഴാണോ പണം ബുദ്ധിയെ വെല്ലുവിളിക്കാൻ പുറപ്പെടുന്നത്, അപ്പോഴാണ് സമാജത്തിന് നാശം. നമുക്ക് പണം വേണം, എത്രയും വേണം. പണം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള മാർഗങ്ങൾ, നമുക്ക് പ്രദാനം ചെയ്യാനുള്ള വിഭവങ്ങൾ എന്നേ അർത്ഥമുള്ളൂ. അത് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വർണവും കറൻസി നോട്ട്സും ഒക്കെ ആക്കിയിരിക്കുന്നത്. അപ്പം ആ പണം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആ പണം ഉണ്ടാക്കുന്നതും കയ്യിൽ വയ്ക്കുന്നതും ചെലവ് ചെയ്യുന്നതും ധർമ്മയുക്തമാകണം. ആ ധർമ്മം എന്താണെന്നുള്ളത് ബുദ്ധി ആലോചിച്ച് വേണം കണ്ടുപിടിക്കാൻ. ഏത് കേസ് നിങ്ങൾ കോടതിയിൽ കൊണ്ട് കൊടുത്താലും ശരി, രണ്ട് പക്ഷം ഉണ്ടാവും. ഒരാൾ പറയും എനിക്ക് നീതി നിഷേധിച്ചിട്ടുണ്ടെന്ന്, മറ്റൊരാൾ പറയും നിഷേധിച്ചിട്ടില്ല എന്ന്. അപ്പം നമ്മുടെ മനുഷ്യബുദ്ധി എങ്ങനെ വേണമെങ്കിൽ തർക്കിക്കാനും കുതർക്കിക്കാനും ഒക്കെ തയ്യാറാണ്. അതിൻ്റെ ഉള്ളിൽ കിടന്ന് ശരിയായ തർക്കമെന്ത്, ശരിയായ ന്യായമെന്ത്, ശരിയായ വീക്ഷണമെന്ത് എന്ന് കണ്ടെത്തണമെങ്കിൽ ഹൃദയശുദ്ധി വേണം, ചിത്തശുദ്ധി വേണം. അപ്പോഴേ നമ്മുടെ മനസ്സ് വേണ്ടതുപോലെ പതിയുള്ളൂ. അപ്പം അവിടെ അദ്ദേഹം പറയുകയാണ്, ഭീഷ്മ പിതാമഹൻ പോലും അദ്ദേഹത്തിന് തപസ്സിൻ്റെ കുറവുണ്ടോ? ഇല്ല, അങ്ങേ അറ്റത്തെ തപസ്സാ. അച്ഛന് വേണ്ടി കല്യാണം കഴിക്കില്ല, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായി ഇരുന്നോളാം എന്ന് ഒരു സെക്കൻഡ് കൊണ്ട് പ്രഖ്യാപിച്ച് ആകാശം മുഴുവനും ഈ ആള് ഭീഷ്മനാണ്, അപാര വൈഭവത്തോടു കൂടിയവനാണ്, ഉപായപ്പെട്ടവനല്ല എന്നിങ്ങനെ നിശബ്ദമായ ആകാശം പോലും ഘോഷിച്ച ആളാണ്. ആ ഭീഷ്മൻ പറയാണ്, ഉക്തവാനസ്മി കല്യാണി ധർമ്മസ്യ പരമാഗതി ലോകേന ശക്യതേ ജ്ഞാതും അഭി വിജ്ഞൈർമഹാത്മഭിഃ. അല്ലേ കല്യാണി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മുൻപ്, എന്ത്? ധർമ്മസ്യ പരമാഗതി. ധർമ്മം എന്നുള്ള രണ്ടക്ഷരമുള്ള വാക്കുണ്ടല്ലോ, ആ ധർമ്മത്തിൻ്റെ ഉള്ളിലടങ്ങുന്ന സങ്കല്പം എന്ത്, ആശയമെന്ത്, അതിൻ്റെ പ്രസക്തി എന്ത്, അത് നമ്മളോട് ചെയ്യുന്ന ആഹ്വാനം എന്ത്, നിബന്ധനകൾ എന്ത്, ഇത് മുഴുവനും കണ്ടുപിടിച്ച് പറയാൻ പരമാഗതി. അത് സാധാരണ ഐന്ദ്രിയ തലത്തിൽ ഒതുങ്ങുന്നതല്ല, അങ്ങേ അറ്റത്തെ ഗതിയാണ് ധർമ്മത്തിന്. ലോകേന ശക്യതേ ജ്ഞാതും അഭിവിജ്ഞൈർമഹാത്മഭിഃ. പ്രേക്ഷകനെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതിപ്പോൾ എന്താ? ദ്രൗപദിയുടെ ചേല പിടിച്ചു വലിച്ചു എന്നുള്ളതാണ് സംഭവം. ആ സംഭവത്തെ ചൊല്ലി അന്ന് ഏറ്റവും പ്രധാനികളായിരുന്ന കുരുസദസ്യരുണ്ടല്ലോ, ആ കുരുസദസ്സിനെ മുഴുവനും പ്രതിദാനം ചെയ്തുകൊണ്ട് ആ മുത്തശ്ശൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആ പ്രാജ്ഞനും പ്രഗത്ഭനുമായിരിക്കുന്ന ഭീഷ്മൻ പറയുകയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി. ഇതാണ് ഭാരതത്തിൻ്റെ മൊഴി, ഭാരതത്തിൻ്റെ വീക്ഷണം, ഭാരതത്തിൻ്റെ തത്വദർശനം, ഭാരതം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന ആത്മസംയമനം. അറിയാത്തത് അറിയില്ല എന്ന് പറയണം, അറിയുന്നതോ സ്പഷ്ടമായിട്ട് വെളിപ്പെടുത്തും വേണം. ഭീഷ്മരിതാ പറയുന്നു, ലോകേന ശക്യതേ ജ്ഞാതും അഭിവിജ്ഞൈഃ മഹാത്മഭിഃ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ സാമർഥ്യം. നല്ലതും ചീത്തയും വേർതിരിച്ച്, ഉള്ളതും ഇല്ലാത്തതും വേർതിരിച്ച്, ആശാസ്യവും അനാശാസ്യവും വേർതിരിച്ച് മനസ്സിലാക്കി ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ശ്ലാഘ്യം, ഏതാണ് മറിച്ച് എന്ന് ചൂണ്ടിക്കാണിച്ച് തരുന്ന ആ ബുദ്ധിയുള്ളവരുണ്ടല്ലോ, അത് ധാരാളമുള്ളവരാണ് വിജ്ഞന്മാർ. വിജ്ഞന്മാർ, വിശേഷജ്ഞാനമുള്ളവർ, മഹാത്മഭിഃ. അവർ അല്പാത്മാക്കളല്ല. അവരുടെ മനസ്സാകട്ടെ, ബുദ്ധിയാകട്ടെ, അഹങ്കാരമാകട്ടെ എല്ലാം തന്നെ മഹത്തായിരിക്കുന്ന ഒരു മാനം ഉൾക്കൊണ്ട് ആണ് നിലനിൽക്കുന്നത്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥനോ എന്നുള്ള നിലയ്ക്കല്ല അവർ ചിന്തിക്കുക. വിശാലമായ ഒരു രാഷ്ട്രം, സമാജം, ലോകം മുഴുവനും, എണ്ണമറ്റ ജനങ്ങൾ, സമുദ്രം മുഴുവനും തട്ടി നിൽക്കുന്ന ഊഴി ഭൂമി, അതിലുള്ള പ്രജകളെ മുഴുവനും കണക്കിലെടുത്തുകൊണ്ടാണ് അവർ സംസാരിക്കുക. അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് ലോകേന ശക്യതേ ജ്ഞാതും, ഈ ലോകത്തിൽ ശരിക്ക് വേണ്ടതുപോലെ ധർമ്മം എന്താണെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. വളരെ പ്രഗണി പിടിച്ച് പ്രഹേളികയായി നിൽക്കുന്നതാണ് ധർമ്മത്തിൻ്റെ അതിസൂക്ഷ്മ സ്വഭാവം. ബലവാംശ്ച യഥാധർമ്മം ലോകേ പശ്യതി പൂരുഷഃ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എല്ലാവരോടും ചെന്ന് പറയൂപ്പാ. ബലവാംശ്ച യഥാധർമ്മം ലോകേ പശ്യതി പൂരുഷഃ സധർമ്മോ ധർമ്മവേലായാം ഭവത്യഭിഹതഃ പരഃ. ഞാനിവിടെ കാണുന്നത് ബലവാൻ എന്തു പറയുന്നുവോ അതാണ് ധർമ്മം. ബലം കൊണ്ടാണ് അവർ വന്ന് നിന്റെ തലമുടി കൈ പിടിച്ചു വലിച്ചത്. എന്നാൽ ആ ബലം ഉപയോഗിക്കാനുള്ള ഒരു അവകാശം നിന്റെ ഭർത്താവ് കൊടുത്തു കളഞ്ഞു. നമ്മളിപ്പോൾ എന്താ ചെയ്യുക?
അപ്പം ഇവിടെ ബലവാന്മാർക്ക് എന്തും ചെയ്യാമെന്നാണ് വന്നിരിക്കുന്നത്. അവർ ചെയ്യുമ്പോൾ സദസ്സ് അംഗീകരിക്കണം. ഈ സദസ്സിന് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞുകൂടെ ഇത് ശരിയല്ല എന്ന്. പലരും ദുര്യോധനെ പേടിച്ച് മിണ്ടുന്നില്ല. എങ്ങാനും പറയുന്നുണ്ടെങ്കിൽ നീ ചെറുപ്പാണെന്ന് പറഞ്ഞ് വികർണനെ താഴ്ത്തിയിരുത്തിയ മാതിരി പിടിച്ചമർത്തിയ മാതിരി അമർത്തുക. അവിടെ കർണന് പരാക്രമശാലിയാണ്, ദുര്യോധനുമുണ്ട് പരാക്രമം. അപ്പോൾ ദുര്യോധന പക്ഷത്തിനാണ് ഇവിടെ കൂടുതൽ സംഖ്യ, ഒരു നിലയ്ക്ക് കൂടുതൽ അധികാരം. പാണ്ഡവന്മാർ തോറ്റിരിക്കുകയാണല്ലോ, അടിമകളായി. നിന്റെ 5 ഭർത്താക്കന്മാരും ഇപ്പുറത്തെ ദാസ്യം സ്വീകരിച്ചിരിക്കുകയാണ്. നീ മാത്രം ഒറ്റയ്ക്കാണ് ഇപ്പം നിന്റെ കേസ് ഡിഫെൻഡ് ചെയ്യുന്നത്, എതിർക്കുന്നത്, അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ബലവാന്മാരുടെ പക്ഷം അപ്പുറത്താണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബലവാംശ്ച യഥാധർമ്മം ലോകേ പശ്യതി പൂരുഷ. ബലവാന്മാർ പറയുന്നത് എന്തോ കാണുന്നത് എന്തോ 10 ആൾ കൂടി ഉറപ്പിച്ചു പറഞ്ഞു, മിണ്ടാണ്ടിരിക്കടോ ഇതന്നെയാ ശരി എന്നങ്ങോട്ട് പറയുമ്പോൾ ആ ശരിയായിട്ടുള്ള ധർമ്മം അഭിഹതമായി തീരുന്നു. അവിടെ അതിങ്ങനെ അടച്ച് അമർത്തി വെച്ച പോലെ ആവണം. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സംഗതി. പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്താ കാരണം? ഇത് യുധിഷ്ഠിരൻ അറിഞ്ഞ് സമ്മതിച്ച് പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിച്ചെടുത്തിട്ടുള്ള ഒരു നീക്കമാണ്. അതിന് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ശരിയോ തെറ്റോ എന്നുള്ളത് നീക്കത്തിന് ശേഷം പരിഗണിക്കേണ്ട കാര്യമാണ്. നീക്കത്തിന് മുൻപ് ഇത് പരിഗണിച്ചില്ലല്ലോ ആരും. ഞാനിവിടെ ബാക്കി നിൽക്കണു, നിങ്ങൾ എന്നോട് പറയുന്നത് ശരിയല്ല. ഞാൻ സ്വയം പണയപ്പെട്ട് കഴിഞ്ഞാൽ, പന്തയത്തിൽ അടിമയായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരാളെ പണയം വയ്ക്കാൻ പാടില്ല എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നണത്. അതുകൊണ്ട് ശകുനി അങ്ങ് പറയണത് ശരിയല്ല എന്ന് യുധിഷ്ഠിരൻ ആ സമയത്ത് പറഞ്ഞില്ല. ശകുനി പറഞ്ഞു, പറയാനൊരു ശകുനി, കേൾക്കാനൊരു യുധിഷ്ഠിരൻ, ദുരിതം അനുഭവിക്കാനോ നീയും ഇടയിൽ വന്നു പെട്ടു. ഇതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെയുള്ള സദസ്സിൽ ബഹുഭൂരിപക്ഷം അവരാണ്, അവർക്കാണ് ബലം. അപ്പം ഞാൻ ധർമ്മചിന്തകനാണ്. ആ ധർമ്മചിന്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ സ്ഥിതി ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ബലവാന്മാർ പറയുന്നതാണ് ശരി. ശരി ബലം കുറഞ്ഞവർ പറയുമ്പോൾ അത് മറ്റതിൽ മുങ്ങി അങ്ങോട്ട് പോവുകയാണ്, ഒരു വേലിയേറ്റത്തിൽ എന്നതുപോലെ. ഇതാണ് സംഭവം. ബലവാംശ്ച യഥാധർമ്മം ലോകേ പശ്യതി പൂരുഷ സധർമ്മോ ധർമ്മവേലായാം ഭവത്യഭിഹതപരഃ. പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദ്രൗപദി സംസാരിക്കുന്നത് എപ്പോഴാ? നമ്മളെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ അഴിയാത്ത വസ്ത്രം കിട്ടി. ആ വസ്ത്രം അവിടെ കുന്നുകൂടി കിടക്കണു, എല്ലാവർക്കും കാണാം. ആ കുന്നുകൂടി കിടക്കുന്ന വസ്ത്രം അവിടെ ഉള്ളപ്പോൾ ദുശാസനൻ പിൻവാങ്ങി എന്നുള്ളതും ശരിയാ. അതിനുശേഷം ഒരു പൊടിക്ക് എതിർപക്ഷത്തിൻ്റെ വീര്യം അവിടെ കുറഞ്ഞിട്ടില്ല, നിന്നിട്ടില്ല. അപ്പം ആ വസ്ത്രം കൊണ്ട് ആ കാര്യം പരിഹരിച്ചില്ല. ന വിവേക്തും ചതേ പ്രശ്നം ഇമം ശക്നോമി നിശ്ചയാത് സൂക്ഷ്മത്വാത് ഗഹനത്വാച്ച കാര്യസ്യാസ്യ ച ഗൗരവാത്. മനുഷ്യ ചരിത്രമാണ് ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത്. ഇത് എത്ര കാലം മുമ്പ് നടന്നു എന്നുള്ള ചോദ്യമില്ല, എവിടെ നടന്നു എന്നുള്ള ചോദ്യമില്ല. പാഞ്ചഭൗതികമായ ശരീരമാണ് നമുക്ക് എല്ലാവർക്കും. ദ്രൗപദിക്കും അത് തന്നെ, യുധിഷ്ഠിരനും അത് തന്നെ, ഭീഷ്മനും അത് തന്നെ, എല്ലാവർക്കും അത് തന്നെ. ആ പാഞ്ചഭൗതിക ശരീരത്തെ ചൈതന്യവത്താക്കി നിർത്തി ശരീരത്തിൻ്റെ ഓരോ അവയവത്തെയും, കണ്ണ്, കാത്, കയ്യ്, കാല്, എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് ഇവിടെ പ്രമാണം. അതിനെ നയിക്കുന്നതാണ് ബുദ്ധി. ഇവിടെ മനസ്സിലുള്ള വികാരങ്ങളും വിക്ഷുബ്ധതകളുമാണ് അവിടെ ഇപ്പോൾ കിടന്ന് കളിച്ചത്. ഈ തലമുടി കടന്നു പിടിച്ചത് എന്തുകൊണ്ടാണ്? മനസ്സിൻ്റെ വിക്ഷോഭം കൊണ്ട്, മനസ്സിൻ്റെ ആ കുതിപ്പ് കൊണ്ട്. അതിനെ തടുത്തു നിർത്താൻ പറ്റിയ തരത്തിൽ സംസാരിക്കുന്ന ദ്രൗപദിയോ ഒരു ഭാഗത്ത് സങ്കടം, മറുഭാഗത്ത് യുക്തിസഹമായിരിക്കുന്ന ഒരു പ്രശ്നം, ആ സദസ്സിനെ മുഴുവൻ കുഴക്കി ദുർബലമാക്കി തീർത്ത ഒരു വിശേഷപ്പെട്ട ചോദ്യ. എത്ര നേരമായി തർക്കം നടക്കണു? രണ്ടാമത് പറയുകയാണ് ഭീഷ്മ പിതാമഹൻ, എനിക്കറിയില്ല, ന വിവേക്തും ചതേ പ്രശ്നം ഇമം ശക്നോമി നിശ്ചയാത്. നിന്റെ പ്രശ്നം ഒന്നാം തരം പ്രശ്ന, കല്ല് വെച്ച പ്രശ്നമാണ്. അതിനെ നിഷേധിക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രസക്തിയോ ഗൗരവമോ ആഴമോ വ്യാപ്തിയോ ചോദ്യം ചെയ്ത് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ അതിന് ശരിയായിട്ടുള്ള ഒരു മറുപടി നിശ്ചിത രൂപത്തിൽ തരാൻ എന്നെക്കൊണ്ട് സാധിക്കണില്ല. എന്താ കാരണം? സൂക്ഷ്മത്വാത് ഗഹനത്വാച്ച കാര്യസ്യാസ്യ ച ഗൗരവാത്. അതിസൂക്ഷ്മമാണ് നിന്റെ പ്രശ്നം. പക്ഷേ സംഭവം നടന്നു കഴിഞ്ഞിട്ടാണ് പരിശോധന വന്നിട്ടുള്ളത്. ഈ പരിശോധന മുൻപേ ചെയ്തിരുന്നുവെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം സംഭവം നടന്നു,
നിന്റെ ആധിപത്യം അവർ കയ്യിലാണെന്ന് പറഞ്ഞിപ്പോൾ നിൽക്കുക. ഞാൻ അവിടെ ചെന്ന് നിനക്കില്ല എന്ന് പറയാൻ എൻ്റെ മനസ്സാക്ഷി എന്നെ സമ്മതിക്കുന്നില്ല. എന്താ കാരണം? അതിസൂക്ഷ്മമാണ്. ഗഹനത്വാച്ച, ഗ്രഹിക്കാൻ വളരെ ദുർഗ്രഹമാണത്. കാര്യസ്യാസ്യ ഗൗരവാൻ, ഇതിന് എത്രത്തോളം ഗൗരവമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറയണത് നിന്റെ പ്രശ്നം ശരിയാണെന്ന്? അത്രയ്ക്ക് ഗൗരവമാണ്. ആ പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാവരും പോയി മണ്ണ് കപ്പി. അപ്പം അത് പറയാൻ എനിക്ക് പറ്റില്ല. വലിയൊരു ഗൗരവമുണ്ട്. ഇത് ആരാ ചോദിക്കുന്നത്? എല്ലാവരും കൂടി പിടികൂടിയിട്ടുള്ള ദ്രൗപദി നീയാണ് ചോദിക്കുന്നത്. അപ്പം നീയാണ് ഈ സങ്കടത്തിൽപ്പെട്ടവളും. വിപരീതമായിരിക്കുന്ന ഒരു ന്യായമാണ് എന്നിൽ പ്രയോഗിച്ചിരിക്കുന്നത്, ദുർവിധിയാണ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കണമെങ്കിൽ തനിക്ക് എന്താണോ ഇതിൽ പറയാനുള്ളത് എന്ന് ചോദിക്കണം. ആ പറയാനുള്ള അവസരം കൊടുക്കണം. ആ ആളുടെ പക്ഷം ഡിഫെൻഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. കുറ്റവാളിക്ക് അതില്ലെങ്കിൽ സർക്കാരെന്നൊരു വക്കീലിനെ വെച്ച് കൊടുക്കണം എന്നാണ് നമ്മുടെ വ്യവസ്ഥ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ പ്രശ്നത്തെ നിരാകരിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇതിനൊരു മറുപടിയില്ല എന്ന് പറഞ്ഞ് ഭീഷ്മൻ പോലും തൻ്റെ ദുർബലത സമ്മതിക്കുന്നു. സൂക്ഷ്മത്വാത് ഗഹനത്വാച്ച കാര്യസ്യാസ്യ ഗൗരവാത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ പ്രശ്നത്തിന് ഇനി എന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്നുണ്ടെങ്കിലോ യുധിഷ്ഠിരസ്തു പ്രശ്നേസ്മിൻ പ്രമാണമിതി മേ മതിഃ അജിതാം വാജിതാം വേദി സ്വയം വ്യാവർത്തുമർഹതി. ആ ഭീഷ്മൻ ഒരു സ്ഥാനം കൊടുക്കുകയാണ്, ഒരു വഴി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താ? യുധിഷ്ഠിരഹാതു, യുധിഷ്ഠിരൻ മാത്രമാണ് അസ്മിൻ പ്രശ്നേ, ഈ പ്രശ്നത്തിൽ പ്രമാണമിതി മേ മതിഃ, അതിൽ അവസാന വാക്കൊരു പ്രമാണ രൂപത്തിൽ പറയാനുള്ളത് നിന്റെ ഭർത്താവ് യുധിഷ്ഠിരനാണ്. വേറെ ഒരാൾക്കും ഇത് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ അത് നോക്കി നിൽക്കുന്നവരാണ്. വെറും ദൃക്സാക്ഷികളോ അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്നതിനുള്ള സാക്ഷികളോ ആണ്. ആ സാക്ഷിത്വേന നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇത് വരുത്തി തീർത്തത് യുധിഷ്ഠിരനാണ്. ആ യുധിഷ്ഠിരൻ ഇപ്പോഴും ഇവിടെ സന്നിഹിതനാണ്. ആ യുധിഷ്ഠിരൻ പറയണം എന്ത്? പ്രമാണമായിട്ട് നീ അടിമയാണോ അല്ലയോ, ജിതയാണോ അല്ലയോ എന്ന് അദ്ദേഹം പറയണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭീഷ്മൻ അവസാനമായി സദസ്സിന് വേണ്ടി പറഞ്ഞ ഒരു മറുപടിയാണ്. എനിക്കിതിന് മറുപടി പറയാനില്ല. പക്ഷേ ശരിയായിട്ട് പ്രമാണ രൂപത്തിൽ മറുപടി പറയാനുള്ളത് യുധിഷ്ഠിരനാണ്. അജിതാം വാജിതാം വേദി, അതേ വാക്കുകൾ ഉപയോഗിച്ചാണ് പറയണത്. നീ ജയിക്കപ്പെട്ടുവോ എതിരാളികളാൽ, അതോ ജയിക്കപ്പെട്ടിട്ടില്ലേ എന്ന് സ്വയം വ്യാവർത്തുമർഹതി. യുധിഷ്ഠിരൻ സ്വയം ആ റെസ്പോൺസിബിലിറ്റി, ആ ചുമതല എടുത്ത് പറയട്ടെ, ഞാൻ ചെയ്തത് ശരിയാണ്, ദ്രൗപദി ദാസിയാണ് ഞങ്ങളെപ്പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ്, ദ്രൗപദി ദാസ്യം വന്നിട്ടില്ല എന്ന് പറയട്ടെ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എവിടെ പോയി കാര്യങ്ങൾ? പഞ്ചപാണ്ഡവന്മാരുടെ നേതാവായിരിക്കുന്ന യുധിഷ്ഠിരൻ്റെ കോർട്ടിലാണ് പന്ത്. ഭീഷ്മൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനെതിരെ ആരുമില്ല അവിടെ. യുധിഷ്ഠിരസ്തു പ്രശ്നേസ്മിൻ പ്രമാണമിതി മേ മതിഃ അജിതാം വാജിതാം വേദി സ്വയം വ്യാഹർത്തുമർഹതി. ഭീഷ്മൻ ആ സദസ്സിൻ്റെ പൂർണ്ണമായ പ്രതിനിധി, അവസാന വാക്ക് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ കർണന് സഹിച്ചില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ ഭീഷ്മൻ പറഞ്ഞതുപോലും അംഗീകരിക്കാൻ തയ്യാറാവാതെ തുള്ളിച്ചാടാൻ അവിടെ ഒരാളുണ്ടായിരുന്നു. ആരാണത്? കർണൻ. പ്രവിശ്യ രാജ്ഞഃ പരിവാരം ഭജസ്വ തത്തേ കാര്യം ശിഷ്ടമാദിശ്യതേത്ര ഈശാസ്തു സർവേ തവ രാജപുത്രീ ഭവന്തി വൈ ധാർത്തരാഷ്ട്ര ന പാർത്ഥ. കർണന്റെ ഹുങ്കും നിലപാട് എന്താ? ഭീഷ്മൻ എന്ന് പറയുന്ന ആള് പാണ്ഡവ കൗരവന്മാരുടെ പിതാമഹന, കർണന്റെ ആരുമല്ല. അപ്പൊ കർണൻ എന്തു വേണമെങ്കിൽ ഭീഷ്മനെ നിരാകരിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കും. ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ആ കർണൻ പറയുന്നതാണ്. കർണനെ പറ്റി പലർക്കും പല നല്ല അഭിപ്രായം ഉണ്ടാവും. മഹാഭാരതം വായിക്കൂ. വ്യാസദേവനാണല്ലോ ഈ കർണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു ചിത്രം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ആ ചിത്രം വയ്ക്കുന്നതിൽ പല ഉദ്ദേശവും ഉണ്ടാവും. ഒരു മനുഷ്യൻ കേമനാവാം, പ്രഗത്ഭനാവാം. പക്ഷെ ആ മനുഷ്യൻ്റെ പെരുമാറ്റം, ഉദ്ദേശം, ലക്ഷ്യം ഇതൊക്കെ നന്നാവണം. കർണൻ ഒരു കാലത്തും നല്ലൊരു ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് നുണ പറഞ്ഞിട്ടാണ് വിദ്യ സ്വീകരിക്കാൻ പുറപ്പെട്ടത്. അപ്പോൾ ഗുരു സത്യസന്ധമായിട്ട് പഠിപ്പിക്കണം.
എന്നാലോ ശിഷ്യൻ അങ്ങോട്ട് ചെന്ന് പറയുന്നതോ മുത്തം നുണയും. അപ്പം നുണയ്ക്ക് പ്രതിഫലമായി സത്യം മേടിക്കണം എന്നുള്ളതാണല്ലോ കർണൻ്റെ ഉദ്ദേശം. നേരെ മറിച്ച് തുറന്നു പറയാൻ തയ്യാറായിരുന്നു ആദ്യമേ മുതൽക്കെന്നുണ്ടെങ്കിലോ ഈ കർണൻ പഞ്ചപാണ്ഡവന്മാരെ ഒരുപക്ഷെ അതിശയിക്കാവുന്ന ഒരു ക്യാരക്ടറായി തീരാൻ വിരോധമില്ല. ആകുന്നല്ല സ്വാമിജി പറയണത് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? പ്രവിശ്യരാജ്ഞ പരിവാരം ഭജസ്വ തത്തേ കാര്യം ശിഷ്ടം ആദിശ്യതേത്ര ഈശാസ്തു സർവേ തവ രാജപുത്രി ഭവന്തി വൈ ധാർത്തരാഷ്ട്ര ന പാർത്ഥ. നോക്കൂ, എല്ലാവർക്കുമുണ്ട് അവരുടെ കയ്യിലുള്ള ന്യായം. കള്ളൻ കട്ടാൽ എന്തുകൊണ്ട് ഞാൻ കട്ടു എന്ന് പറയുന്ന ഒരു ന്യായം കള്ളൻ്റെ കയ്യിലുണ്ടാവും, പോലീസുകാരുടെ കയ്യിലും ഉണ്ടാവും. അപ്പം എവിടെയാ സത്യം? കർണന് ഇത് പറയാനും അതിൻ്റെ പിന്നാലെ ഏറ്റുമൂളാനും അവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ. നമ്മൾ പറയാറില്ലേ അമ്മയെ തല്ലിയാനും രണ്ടഭിപ്രായം ഉണ്ടെന്ന്. പക്ഷേ ഭീഷ്മൻ്റെ ആ വാക്കിനെ തട്ടിക്കളയാൻ അവിടെ ആർക്കും പറ്റില്ല. കർണൻ ആ സ്വാതന്ത്ര്യം എടുത്ത് പറയാണ്, പ്രവിശ്യരാജ്ഞ പരിവാരം ഭജസ്വ. കർണൻ്റെ മറുപടി ഭീഷ്മനോടല്ല, ദ്രൗപദിയെ നോക്കിയിട്ടാ സംസാരിക്കണേ. ദ്രൗപദി, പാഞ്ചാലി, ഞാൻ നിനക്ക് നല്ലത് പറഞ്ഞുതരാം. ചെയ്യേണ്ട കാര്യം ഇതാണ്. പ്രവിശ്യ, വേഗം പ്രവേശിച്ചേക്കൂ, മനഃപൂർവ്വം ഇച്ഛാപൂർവം. എവിടെ? ദുര്യോധനൻ്റെ കൊട്ടാരത്തിലേക്ക്. ഇനി നിനക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോക്കില്ല. നിന്റെ ഭർത്താക്കന്മാരുടെ രാജകൊട്ടാരത്തിൽ ഇനി പ്രവേശിക്കാൻ നിനക്ക് പറ്റില്ല. നിനക്ക് തുറന്നു കിടക്കുന്നത് ഈ ഒരു കൊട്ടാരം മാത്രമാണ്. പ്രവിശ്യരാജ്ഞ പരിവാരം ഭജസ്വ. അവിടെ ചെന്ന് അവിടെ അന്തേവാസികളുണ്ട്, ദാസിമാരുണ്ട്, അവരെ ശുശ്രൂഷിക്കാൻ. അവരുടെ കൂടെ നുഴഞ്ഞങ്ങോട്ട് കയറ്, അവിടെ കടന്നുകൂടിക്കോ. ഭജസ്വ, അതിനെ ഭജിക്കൂ, ആശ്രയിക്കൂ, സേവിക്കൂ, മുറുക്കി പിടിക്കൂ എന്നാ പറയണേ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങളുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. ദ്രൗപദിയെ പോലെയായി കർണൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സ് എന്ന് ചിന്തിപ്പിക്കുകയാണ് വ്യാസദേവൻ. നമുക്ക് കഷ്ടപ്പാട് എവിടം വരെ വരാം, നിരാകരണം എവിടം വരെ വരാം. ആ കഷ്ടപ്പാടിൻ്റെയും നിരാകരണത്തിൻ്റെയും മധ്യത്തിൽ 100 ആൾ തടിച്ചുകൂടിയാൽ ആ 100 ആളുടെ അഭിപ്രായം എത്ര വിവിധമാവാം. അതിൽ ഒരാളെ ചൊടിപ്പിച്ച് സംസാരിക്കാൻ നമ്മുടെ ശത്രുപക്ഷത്തിലുണ്ടാവും. ത്രിജടയെ പോലെ അനുകൂലമായി സമാധാനിപ്പിക്കാനും വല്ലവരെയും കിട്ടിയത് വരും. ഇതൊക്കെ വന്നാലും വന്നില്ലെങ്കിലും ബാഹ്യമായിട്ടല്ല നിങ്ങൾ ഉറ്റുനോക്കേണ്ടത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ സഹായത്തെ. രാവണൻ സീതയെ അശോകവടികയിലെ 11 മാസം പാർപ്പിച്ചു. ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും എല്ലാവരും കൂടി സമുദ്രത്തിൽ ഒരു ബന്ധനം നടത്തി അവിടേക്ക് അങ്ങോട്ട് നടന്നു പോവുകയാണ്. സമയം എത്ര എടുത്തിട്ടുണ്ടാവും? അവസാനം അവിടെ ചെന്ന് നോക്കുമ്പോൾ സീത രാവണൻ്റെ കൊട്ടാരത്തിലാണെന്ന് കണ്ടാലോ എന്തായിരിക്കും സ്ഥിതി? ആലോചിച്ച് നോക്കൂ. ആ സീത ഒറ്റയ്ക്ക് പിടിച്ചു നിന്നുല്ലോ അവിടെ. രാവണൻ പലപ്പോഴും വന്ന് സംസാരിക്കും. ഒരു തവണ നിവൃത്തിയില്ലാതെ കിരീടം കുമ്പിടിച്ച് സംസാരിച്ചപ്പോൾ സീതയ്ക്ക് എന്തോ മറുപടി പറയാതെ പറ്റില്ല എന്ന് വന്നു. രാവണൻ്റെ മുഖം നോക്കില്ല. ഒരു പുൽക്കൊടി എടുത്തിട്ട് രാവണ ചക്രവർത്തിയെ പുൽക്കൊടിയാക്കിയിട്ടാണ് ജനകപുത്രി സംസാരിച്ചത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? എത്ര പേര് സ്ത്രീകളുണ്ട് എൻ്റെ മുൻപിൽ ഇത് പറയണത് കേൾക്കാൻ? നിങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തിലും അങ്ങനെ ഒരു സീത മനസ്സുണ്ട്. ആ ജാനകിയുടെ മനസ്സും അതിൻ്റെ പ്രഭാവവും അതിൻ്റെ പ്രാബല്യവും അതിൻ്റെ സത്യനിഷ്ഠയും എല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞു നിൽക്കണം. നിങ്ങൾ അതിനെ പ്രകടമാക്കുമോ, തിരിച്ചറിയുമോ? തീപ്പൊരി ഊതി വീർപ്പിച്ച് ബടവാഗ്നിയാക്കുന്നത് പോലെ ആക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അനങ്ങിയില്ലല്ലോ. രാമൻ വരുന്നവരെ കാത്തിരുന്നുല്ലോ തൻ്റെ പക്ഷം മാറാതെ. നിങ്ങൾ ഇന്നത്തെ കാലത്ത് കണ്ടിട്ടുള്ള ഭ്രമം എന്തെല്ലാം പരസ്യങ്ങളാണിവിടെ. ആ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താ നമുക്ക് പ്രദർശിപ്പിക്കേണ്ടത്? നമ്മുടെ ശരീരമാണോ, അംഗങ്ങളാണോ, അതോ നമ്മുടെ മനസ്സോ? ഇത് നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല. മനോവൈഭവമാണ് മനുഷ്യൻ്റെ മുതൽക്കൂട്ട്. പണമല്ല, പ്രതാപമല്ല, ആൾസ്വാധീനമല്ല, അഴകല്ല, ആക്കവും ഊക്കുമല്ല. നേരെ മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഗുണമൂല്യങ്ങളാണ്, ബുദ്ധിയിൽ ഉദിക്കുന്ന തത്വമൂല്യ സിദ്ധാന്തങ്ങളാണ് നമുക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത്. അത് നല്ല പോലെ മനസ്സിലാക്കണം. പ്രവിശ്യരാജ്ഞ പരിവാരം ഭജസ്വ. ദുര്യോധനൻ്റെ കൊട്ടാരത്തിൽ പോയി ഉള്ളിൽ പ്രവേശിച്ച് ദാസിമാരുടെ കൂടെ കൂടിക്കോ. തത്തേ കാര്യം ശിഷ്ടം ആദിശ്യതേ. എത്ര നേരമായി ഇവിടെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന്? ആദ്യം തലമുടി കടന്ന് പിടിച്ചു, പിന്നെ വസ്ത്രം കടന്ന് പിടിച്ചു.
ആ വസ്ത്രം എന്തോ അഴിക്കാൻ പറ്റിയില്ല, അത് കുന്നുകൂടി കിടക്കണു. നീ കൃഷ്ണ എന്ന് പറഞ്ഞു, ഹരേ എന്ന് പറഞ്ഞു, മുകുന്ദ എന്ന് പറഞ്ഞു, എന്തോ കാരണം വസ്ത്രം വന്നു. ആ കൃഷ്ണൻ നിന്നെ രക്ഷിക്കും എന്നൊക്കെയാണ് നിന്റെ വിചാരം. അതൊന്നും ഇവിടെ നടക്കാൻ പോണില്ല. ഇവിടെ രക്ഷയും ശിക്ഷയും നിശ്ചയിക്കാൻ ഞങ്ങളാണ്. എൻ്റെ കൂടി സ്വാമിയായിരിക്കുന്ന ദുര്യോധനാണ്. ഭീഷ്മപിതാമഹൻ പറഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷെ ആ ഭീഷ്മപിതാമഹൻ്റെ വാക്ക് ഞങ്ങളെല്ലാവരും ഉൾക്കൊള്ളുന്നില്ല. ഈ സദസ്സിൽ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ പിന്നാലെയാവാം, ഒരു പക്ഷേ ബഹുഭൂരിപക്ഷം ഞാൻ പറയുന്നതിൻ്റെ പിന്നാലെയാവും. നല്ല പോലെ മനസ്സിലാക്കുക. ഇതൊരൊറ്റ കാര്യമേ നിനക്ക് മംഗളകരമായിട്ടുള്ളൂ. എന്ത്? ദുര്യോധൻ്റെ കൊട്ടാരത്തിലേക്ക് ലജ്ജ വിട്ട് പൂർണ്ണ സമ്മതത്തോടുകൂടി ദാസ്യവും അടിമത്വവും സമ്മതിച്ച് അങ്ങോട്ട് കയറുക, അവിടെ സ്ഥാനം പിടിക്കുക. അവർ തന്നത് കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, കൂഴാണെങ്കിൽ കൂഴ് കഴിച്ചുകൊണ്ട് കൂടുക. അവർ അടിക്കാൻ പറഞ്ഞാൽ അടിച്ചോ, തുടയ്ക്കാൻ പറഞ്ഞാൽ തുടച്ചോ, കഴുകാൻ പറഞ്ഞാൽ കഴുകിക്കോ, അവർ കാല് തിരുമാൻ പറഞ്ഞാൽ അതും ചെയ്തോ, എന്ത് വേണമെങ്കിൽ ചെയ്യുക. അത് മാത്രമേ ഇനി ഒരു വഴിയുള്ളൂ. ഈശാസ്തു സർവേ തവ രാജപുത്രീ, ഈശാസ്തു സർവേ തവ രാജപുത്രീ ഭവന്തി വൈ ധാർത്തരാഷ്ട്ര ന പാർത്ഥ. ഞാൻ എന്താ ഇങ്ങനെ പറയണതെന്ന് നീ ആലോചിക്കരുത്. എപ്പോഴൊക്കെ ഈ ദാസ്യം യുധിഷ്ഠിരൻ അടിച്ചേൽപ്പിച്ചോ ആ മിനിറ്റ് മുതൽക്ക് നിനക്ക് പാണ്ഡവന്മാരല്ല സ്വാമിമാർ, ഭർത്താക്കന്മാർ. നിന്റെ സ്വാമിമാരാരാ? ദുര്യോധനാദികളാണ്, ധാർത്തരാഷ്ട്രന്മാരാണ്, ധൃതരാഷ്ട്രപുത്രന്മാരാണ്, പാർത്ഥന്മാരല്ല. അല്ല അല്ല. ഈശാസ്തു സർവേ തവ രാജപുത്രി. ധാർത്തരാഷ്ട്രന്മാർ, ദുര്യോധനൻ തുടങ്ങി 100 പേര്, അവരെല്ലാവരുമാണ് നിന്റെ ഭർത്താക്കന്മാർ. 5 പേർ ഭർത്താക്കന്മാരോടുകൂടി ഇത്ര കാലം ജീവിച്ചു. അപ്പം നിനക്ക് ഏകപതി വ്രതമല്ല, 5 ആളുണ്ട്. ആ 5ൻ്റെ സ്ഥാനത്ത് 20 കൊണ്ട് പെരുക്കിക്കോ. ഈ സമയം മുതൽ 100 ആളാണ് നിന്റെ ഭർത്താക്കന്മാർ. 5 ആളോടുകൂടി ഇരുന്ന് നിനക്ക് പാതിവൃത്യത്തിനൊന്നും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പോഴത്തം സംഭവിച്ചുവല്ലോ. ആ സംഭവിച്ചതിൻ്റെ പേരിൽ ഇനി 100 പേരെ ഭർത്താക്കന്മാരായി സ്വീകരിച്ച് ഭംഗിയായിട്ട് ജീവിക്ക്. അതാണ് നല്ലത്. ഭവന്തി വൈ ധാർത്തരാഷ്ട്ര ന പാർത്ഥാഃ. അങ്ങനെ പറയുമ്പോൾ പോലും ആ ധർമ്മത്തിൻ്റെ ബലം അവിടെ പ്രത്യക്ഷപ്പെട്ടു. കാര്യം കർണൻ പറയണത് അങ്ങേ അറ്റം ക്രൂരമായി നിഷ്ഠുരമായിട്ടുള്ള വാക്കുകളാണ്. മനുഷ്യ മനസ്സിന് ഇതിലേറെ ഒരു വാക്ക് വേദനിപ്പിക്കാനില്ല. അങ്ങേ അറ്റമായി കഴിഞ്ഞു. എന്നാലും അതിൻ്റെ മധ്യത്തിൽ ഒരു വാക്ക് വന്നു, രാജപുത്രി. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ആ രാജപുത്രി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ദാസിയല്ല എന്നല്ലേ അർത്ഥം. ദ്രുപദ രാജാവിൻ്റെ പുത്രിയാണ് നീ. ആ രാജപുത്രിയെ വിവാഹം കഴിച്ച ആർക്കാ കൊടുക്കുക? രാജപുത്രന്മാർക്കാണ് കൊടുക്കുക. പന്തയം വെച്ച അർജുനൻ സമ്പാദിച്ചതാണ്. കുന്തിദേവിയാണ് പറഞ്ഞ സമ്മാനം എല്ലാവർക്കും കൂടി ആയിക്കോട്ടെ എന്ന്. നീ രാജപുത്രിയ. ആ രാജപുത്രി എന്നൊരു വാക്ക് പിഴച്ചു വന്നതാ കർണൻ്റെ മുഖത്തിൽ നിന്ന്. എങ്ങനെ പറയും കർണൻ രാജപുത്രി എന്ന്? അപ്പൊ ഈ ധർമ്മത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ, അതിസൂക്ഷ്മമാണ്. ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ജയിച്ചു, അവർ തോറ്റു, അവർ തോറ്റു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ധിക്കരിക്കുന്ന വാക്കുകൾ, പുച്ഛിക്കുന്ന വാക്കുകൾ, കർണകഠോരമായിട്ടുള്ളത്, ഹൃദയഭേദകമായ വാക്കുകൾ പറയുമ്പോഴും ആ ധർമ്മം ഉള്ളിൽ നുഴഞ്ഞ് കർണൻ്റെ മുഖത്തിൽ നിന്നൊരു വാക്ക് പുറപ്പെടുവിച്ചതാണ് രാജപുത്രി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ എന്താ ചർച്ച ചെയ്യുന്നത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ആ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിലാണ് സന്നിഹിതരായിരിക്കുന്നത്. ആ ധർമ്മത്തിൻ്റെ പ്രഭാവം എല്ലാ ദിക്കിലും കാണും. അധർമ്മികളെ കൂടുതൽ കൂടുതൽ അധർമ്മികളാക്കും, ധർമ്മിഷ്ഠരെയോ കൂടുതൽ കൂടുതൽ ധർമ്മിഷ്ഠരാക്കും. ഇത് ഓരോന്ന് പറയുമ്പോഴും ദ്രൗപദിക്ക് അതിനെ സമീപിക്കണം, അതിനെ സ്വാംശീകരിച്ചെടുക്കണം, ആത്മസാത്കരിച്ചെടുക്കണം. എന്നിട്ട് അതിനപ്പുറമുള്ള കാര്യം ചെയ്യണം, ചിന്തിക്കണം. ഇതൊക്കെ ആവശ്യമുണ്ട്. ആ കത്തുന്ന തീയിൽ എണ്ണ ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക, കൂടുതൽ കൂടുതൽ കത്തിക്കാൻ. ഭവന്തി വൈധാർത്ഥരാഷ്ട്രാന പാർത്ഥാഃ അന്യം വൃണീഷ്വ പതിമാശു ഭാവിനി യസ്മാദ്ദാസ്യം ന ലഭസി ദേവനേന അവാച്യാ വൈ പതിഷു കാമവൃത്തി നിത്യം ദാസ്യേ വിദിതം തത്തവാസ്തു. എനിക്കറിയില്ല, ഞാൻ ഭാരതത്തിൽ നിന്ന്, മഹാഭാരതത്തിൽ നിന്ന് വേദവ്യാസ വാക്യങ്ങളും വിവരണങ്ങളുമായിരിക്കുന്ന ഈ ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ച് ഈ കാര്യം ഇത്ര ശക്തമായി വിവരിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല.
നിങ്ങളെല്ലാവരും വേണം അതിന് മറുപടി പറയാൻ. എൻ്റെ വിചാരം, ഞാൻ മഹാഭാരതത്തിൻ്റെ എന്ന് വെച്ചാൽ ഭാരതഭൂമിയുടെ മഹിമയാണ് വിവരിക്കുന്നത്. ഭാരതീയൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ പ്രഭാവത്തെയാണ് വിവരിക്കുന്നത്. അതിന് എത്ര തന്നെ ആക്രമണം പുറമേ നിന്ന് വന്നാലും നമ്മുടെ ഉള്ളിലുള്ള ആ പ്രഭാവത്തിൻ്റെ പേരിൽ എല്ലാറ്റിനെയും നിഷ്പ്രഭമാക്കാൻ സാധിക്കും. 7 വയസ്സായ ഒരു പ്രഹ്ലാദൻ കുട്ടിയാണ് അച്ഛനടക്കം പല വിധത്തിലും കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചത്. എത്ര പേരെയാ ചട്ടം കെട്ടിയത്? പാമ്പുകളെ കൊണ്ട് കടിപ്പിക്കാൻ, പർവ്വതത്തിൽ കയറ്റി താഴത്തിടാൻ, സമുദ്രത്തിൽ കെട്ടിത്താത്താൻ, തീയിൽ കൊണ്ടിടാൻ, ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാൻ, കടവയറ്റിൽ കഠാരി കയറ്റാൻ, ഇങ്ങനെ പലതരത്തിലും 7 വയസ്സായ കുട്ടിയെ കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചു. ഒരൊറ്റെണ്ണം സഫലമായില്ല. പ്രഹ്ലാദൻ്റെ ഡിഫൻസിന് എത്ര ആളുണ്ടായിരുന്നു? സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും പ്രധാനപ്പെട്ട വക്കീൽമാർ ഒരു അപ്പിയറൻസിന് 5-10 ലക്ഷം മേടിക്കുന്നവർ 2-3 ആളെ കൂട്ടിയോ പ്രഹ്ലാദൻ? അച്ഛൻ്റെ പരിരക്ഷണത്തിൽ കഴിയുന്ന സ്ഥലമാണ്. അച്ഛനല്ലാതെ വേറെ എവിടെ ആരാണല്ലേ? ആ കൈ കൂപ്പി നിന്ന് ചോദ്യത്തിന് ഉത്തരം എന്ത് വന്നാലും മകൻ്റെ നിലപാടൊന്നും മാറില്ല. അങ്ങനെ ഒരു ഭൂമിയാണത്ര ഇത്. ഭൂമിയാണിത്. ഇവിടെ സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുമ്പോൾ അച്ഛൻ എതിർത്താലും അമ്മ എതിർത്താലും ഭാര്യയോ ഭർത്താവോ എതിർത്താലും അതിൽ നിന്ന് ഒരടി മാറേണ്ട ആവശ്യമില്ല ധർമ്മിഷ്ഠർക്ക്. നമ്മെ സഹായിക്കാനുള്ള ബലം ഈ കാണുന്നതല്ല, അദൃശ്യമായിട്ടുള്ള ബലമാണ്. നമുക്കുള്ള ബലം ദൃഷ്ടമണ്ഡലത്തിൽ നിന്നാണ്, ദൃക് മണ്ഡലത്തിൽ നിന്നാണ്, ദൃങ്മണ്ഡലത്തിൽ നിന്നാണ് വരിക. ദൃഷ്ടമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിൻ്റെ ഉള്ളിൽ. നോക്കൂ, ദ്രൗപദിയെ സഹായിക്കാനുള്ള ഓരോ പഴുതും എല്ലാം അടഞ്ഞടഞ്ഞ് വരിക ചെയ്യണത്. ആരാ ഇനി ദ്രൗപദിയെ സഹായിക്കാനുള്ളത്? യുധിഷ്ഠിരനാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു. ഭീഷ്മൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും കർണനാ പറയുന്നത്. കർണനോ അങ്ങനെ കൂടിക്കൂടി പറയുക, കടത്തി പറയുക. ഇപ്പം ആദ്യം പറഞ്ഞു ധാർത്തരാഷ്ട്രന്മാരാണ് നിനക്കുള്ള സ്വാമിമാർ, അവരുടെ കൊട്ടാരത്തിൽ പ്രവേശിക്കുമെന്ന്. അടുത്തത് എന്താ? അന്യം വൃണീശ്വ പതിമാശുഭാവിനി. 5 പേരായി ഇത്ര കാലം ജീവിച്ചതിൻ്റെ ഫലം നിനക്ക് കിട്ടിയില്ലോ. ആ 5 പേരിൽ ഒരാളെങ്കിലും ചേട്ടാ ഇത് ചെയ്യരുത് എന്ന് നാലിൽ ഒരാളെങ്കിലും പറഞ്ഞോ? എല്ലാവരും ഇതാ നടന്നത്. അവിടെ ഒരാളും പറഞ്ഞില്ല. അപ്പം ഈ 5 ഭർത്താക്കന്മാരും ഉപയോഗശൂന്യരാണ്, നിന്നെ സഹായിക്കാൻ വരില്ല. അപ്പം എനിക്കിനി നിന്നോട് പറയാനുള്ളത് എന്താ? അന്യം വൃണീശ്വ പതിമാശു ഭാവിനി. ഹേ ഭാവിനി, ഇനി വേറെ ഒരു ഭർത്താവ് നീ സ്വീകരിക്കും. നിന്റെ മുൻപിൽ 100 പേരുണ്ട്. ആ 100 പേരിൽ നിന്ന് നിനക്ക് പറ്റിയ ഒരു ഭർത്താവിനെ സ്വീകരിച്ചോ. യസ്മാദാസ്യം ന ലഭസി ദേവനേന. ഇനി ഇതുമായി ഒരു ചൂതുകളിക്ക് പോയി പന്തയം വെച്ച് ഇതേമാതിരി ഒരു ദാസ്യം അടിച്ചേൽപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ കുറച്ച് തൻ്റെടവും ഗൗരവവും പത്നി സ്നേഹവുമുള്ള ഒരാളെ നീ തിരഞ്ഞെടുത്തോന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ സദസ്സിൽ നടക്കുന്ന സംവാദമാണ്. യസ്മാദാസ്യം ന ലഭസി ദേവനേന അവാച്യാ വൈ വാ പതിഷു കാമവൃത്തി. അത് കഴിയുമ്പോഴേക്കും പറയുക, ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞ ആളോ പിന്നെ അസഭ്യം പറയുമ്പോഴേ, ഈ അസഭ്യം പറയുന്ന സമയത്ത് അതിൽ മുൻപിന് ആലോചനയൊന്നുമില്ല. അവാച്യാ വൈ പതിഷു കാമവൃത്തി നിത്യം ദാസ്യേ വിദിതം തത്തവാസ്തു. നീ ഒരു ദാസിയായി കഴിയും. ഇനി ഏകപത്നി വ്രതം എന്നൊരു വ്രതമൊന്നും നിനക്കില്ല, ഏകപതി വ്രതവും നിനക്ക് വേണ്ട, അതൊന്നും ഇനി നോക്കണ്ട. ഈ പിടിച്ച ആള് ആരുടെ കൂടെ എത്ര നേരം വേണമെങ്കിലും ചെലവ് ചെയ്ത് കാമവൃത്തിയും അതിലുള്ള സുഖവും നിനക്ക് ധാരാളം അനുഭവിക്കാം. വേണ്ട അവസരമായി. ഇത്ര നാൾ 5 പേരേ ഉള്ളൂ, ഇപ്പോൾ ധാരാളം ആൾക്കാരുണ്ട്. ആരോട് വേണമെങ്കിൽ കൂടി സമയം ചെലവ് ചെയ്ത് നിനക്ക് വേണ്ട സുഖമോ ഭോഗമോ നേരം പോക്കോ ഒക്കെ ആവാം എന്ന് പറയുന്നു. അവാച്യാ വൈ പതിഷു കാമവൃത്തി നിത്യം ദാസ്യേ വിദിതം തത്തവാസ്തു. നീ ഒരു ദാസി ആയതുകൊണ്ട് ദാസികൾക്ക് വിധിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ബഹുപുരുഷ സമീപനം. അതുകൊണ്ട് ഒരു തകരാറുമില്ല, ഇഷ്ടം പോലെ കഴിയാമെന്ന് കർണനാ പറയണത്. കേട്ടോളൂ, കാര്യത്തിൻ്റെ ഗൗരവം എത്ര പോയത്. നിങ്ങളെല്ലാവരും പറയണു വസ്ത്രം കൊടുത്തു ഭഗവാൻ, അതോടുകൂടി ദ്രൗപദി രക്ഷപ്പെട്ടു. ഇവിടെ രക്ഷപ്പെട്ട ചരിത്രം ഇപ്പം പറയുന്നത്. ഇവിടെ എന്താ ഈ രക്ഷ? ഒരു രക്ഷയായിട്ടില്ല. ദുര്യോധനൻ അത് കേട്ടിട്ട് പറയുകയാണ് യുധിഷ്ഠിരനോട്,
യുധിഷ്ഠിരൻ പറയട്ടെ എന്നല്ലേ പറഞ്ഞത്? ആര്? ഭീഷ്മൻ. ഇപ്പൊ പറയണു ദുര്യോധനൻ. ഭീമാർജുനൗ യമൗ ചൈവ സ്ഥിതൗ തേ നൃപശാസനെ പ്രശ്നം ബ്രൂഹി ച കൃഷ്ണാം ത്വം അജിതാം യതി മന്യസേ. ഭീമാർജുനൗ യമൗ ചൈവ സ്ഥിതൗ തേ നൃപശാസനെ പ്രശ്നം ബ്രൂഹി ച കൃഷ്ണാം ത്വം അജിതാം യതി മന്യസേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? യുധിഷ്ഠിരനാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞുവല്ലോ. യുധിഷ്ഠിരസ്തു പ്രശ്നേസ്മിൻ പ്രമാണമിതി മേ മതി. യുധിഷ്ഠിരനാണ് ഈ പ്രശ്നത്തിന് അന്തിമമായി ഡിസൈസീവായിട്ടുള്ള ഒരു മറുപടി പറയാനുള്ളത് എന്ന് പറഞ്ഞുവല്ലോ. കർണനാണെങ്കിൽ ഇങ്ങനെ പറയുന്നു. അപ്പോഴേക്കും ദുര്യോധനന്റെ മനസ്സിൽ തന്നെ ഒരു പരിവർത്തനം വന്നു കഴിഞ്ഞു. താൻ ജയിച്ചു, തൻ്റെ സർവാധികാരമാണ്, ഇതൊക്കെ പറഞ്ഞാലും ആ സദസ്സിൽ ഗൗരവമുള്ള പല ആൾക്കാരും ദ്രൗപദിയുടെ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് ആരും പറയണില്ല. ഇപ്പൊ ഭീഷ്മനും പറഞ്ഞു വളരെ പ്രസക്തമാണ്, പക്ഷേ ഗഹനമാണ്, എനിക്ക് മറുപടി പറയാൻ പറ്റില്ല, യുധിഷ്ഠിരൻ പറയണം. എങ്ങാനും യുധിഷ്ഠിരൻ ഇനി മറുപടി പറഞ്ഞാലോ ആ ഒരു പേടിയുണ്ട്. അത് മാത്രമല്ല, ഇത്ര നേരത്തെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കി തൻ്റെ നിലപാട് ശരിയല്ല. അപ്പൊ ഉള്ളിൽ തന്നെ ഒരു ഭയവും ഒരു പിന്തിരിക്കലും ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു വിരാമം അത് വെച്ചുകൊണ്ട് പറയുകയാണ്. ഭീമാർജുനൗ യമൗ ചൈവ സ്ഥിതൗ തേ നൃപശാസനെ പ്രശ്നം ബ്രൂഹി ച കൃഷ്ണാം ത്വം അജിതാം യതി മന്യസേ. ദുര്യോധനൻ ഒരു ഭാഗത്ത് ഭയമുണ്ട്, സദസ്സിൻ്റെ ഭിന്നാഭിപ്രായം മനസ്സിലായി. ഇതൊക്കെ ആണെങ്കിലും ഉള്ളിൽ ആ ആർത്തി, ദുര, ദ്രൗപദിയെ കൈക്കലാക്കി എന്നുള്ള വിചാരം അതൊന്നും മനസ്സിൽ നിന്ന് പോണുമില്ല. അപ്പം എന്തു ചെയ്തു? യുധിഷ്ഠിരൻ പറയട്ടെ എന്ന് ഭീഷ്മർ പറഞ്ഞു. ഭീഷ്മൻ പറഞ്ഞതിന് ഒന്നും കൂടി കൂട്ടിച്ചേർക്കുക ഇപ്പൊ ദുര്യോധനൻ ഇവിടെ. ഭീമാർജുനൗ യമൗ ചൈവ സ്ഥിതൗ തേ നൃപശാസനെ. എനിക്ക് പറയാനുള്ളത് പറയാം. യുധിഷ്ഠിരന്റെ കീഴിലാണല്ലോ ഈ നാല് സഹോദരന്മാർ. ആ 4 സഹോദരന്മാരിൽ യുധിഷ്ഠിരൻ അടിച്ചേൽപ്പിച്ച ദാസ്യമാണല്ലോ. ആ ദാസ്യം നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ അവരോട് പറയണു, യുധിഷ്ഠിരൻ മിണ്ടാതെ ഇരുന്നാലും അവരിൽ ആരെങ്കിലും ഒരാൾ പറയട്ടെ, അല്ലെങ്കിൽ എല്ലാവരും പറയട്ടെ. എന്ത്? യുധിഷ്ഠിരൻ ഞങ്ങളുടെ നേതാവല്ല, ഞങ്ങളുടെ മുൻഗാമിയല്ല, അദ്ദേഹത്തിൻ്റെ അധീനത്തിലല്ല ഞങ്ങളുടെ സ്വാമിയല്ല യുധിഷ്ഠിരൻ എന്നവർ പറയാൻ തയ്യാറുണ്ടോ? എന്നാൽ അവർ പറയട്ടെ. പ്രശ്നം ബ്രൂഹി ച കൃഷ്ണാം ത്വം അജിതാം യതി മന്യസേ. ദ്രൗപദി ചോദിച്ചതിന് മറുപടിയായിട്ട് അവൾ അജിതയാണെന്ന് അവരാരെങ്കിലും പറയാൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. അവിടെ യുധിഷ്ഠിരൻ മാത്രമല്ല, 4 പേരും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും സംസാരിക്കാമല്ലോ, സംസാരിക്കുന്നില്ലല്ലോ. ആ 4 പേരെ ജ്യേഷ്ഠൻ പറയുന്നതാണ് പ്രമാണം എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുകയാണ്. പന്തയം വയ്ക്കുന്ന സമയത്തും അവർ മിണ്ടിയില്ല, ഇപ്പോഴും അവർ മിണ്ടില്ല. പക്ഷെ ദുര്യോധനൻ പറയുന്നത് കേട്ടാൽ ജ്യേഷ്ഠൻ മിണ്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയരുതേ. പക്ഷെ അവരുടെ നിർബന്ധം എന്താ? ജ്യേഷ്ഠൻ പറഞ്ഞാലേ ഉള്ളൂ, ഞങ്ങൾ മിണ്ടില്ല എന്നാ. അപ്പൊ ശാസനത്തിലാണ് ഇരിക്കണവര്. അതുകൊണ്ട് യുധിഷ്ഠിരനെങ്കിലും പറയൂ, ത്വം അജിതാം യതി മന്യസേ. ദ്രൗപദി ഞങ്ങളാൽ ജയിക്കപ്പെട്ടിട്ടില്ല എന്ന് യുധിഷ്ഠിരന് തോന്നുന്നുണ്ടോ എന്നാൽ അത് വിളിച്ചു പറയൂ എന്ന് ദുര്യോധനൻ പറഞ്ഞു. പറയുമ്പോൾ ദുര്യോധനൻ സമ്മതിക്കുമെന്നുള്ളൊരു അഭിപ്രായമൊന്നുമില്ല. സദസ്സിൽ വെച്ചിട്ട് തൻ്റെ മൂപ്പ് കാണിക്കാനും തൻ്റെ അധികാരം കാണിക്കാനും വളരെ ശക്തിയുക്തമായി പറയുകയാണ്. എന്തെങ്കിലും ചൊടിച്ച് സംസാരിക്കണമല്ലോ, കുതർക്കം എന്നുണ്ടേ, ആ കുതർക്കത്തിൽ പറയുക. ഒരു മറുപടിയും യുധിഷ്ഠിരൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ ദുര്യോധനൻ ഒരു സ്റ്റെപ്പും കൂടി അങ്ങോട്ട് പോവുക, മുന്നോട്ടൊരു പടിയും കൂടി. എന്താ? ഏവമുക്ത്വാതു കൗന്തേയം അപോഹ്യവസനം സ്വകം സ്മയന്നവേക്ഷ്യ പാഞ്ചാലീം ഐശ്വര്യ മദമോഹിതഃ. ആ സദസ്സിൽ വെച്ച് നടക്കാവുന്നതിൽ ഏറ്റവും ഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇതാ നടക്കുന്നത്. ഇനി ഇതിലേറെ ഹീനം എന്ന് നമുക്ക് പറയാനേ ഇല്ല. നിറഞ്ഞ സദസ്സിലാണ്. അപ്പോൾ ദുഷ്ടന്മാരുടെ ദുഷ്ടതയ്ക്ക് കയ്യും കണക്കുമില്ല. ആരെന്ത് പറയും? പിൽക്കാലത്തുള്ളവരെങ്ങനെ വിചാരിക്കും? ഇവർക്ക് എല്ലാവർക്കും ഒരു പിൻഗാമികൾ ഉണ്ടാവുമല്ലോ. അവരുടെ ദൃഷ്ടിയിൽ നമ്മൾ നല്ലവരോ അഭിമാനിതരോ എന്നുള്ളത് അറിയേണ്ട ആവശ്യമുണ്ടല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പെരുമാറ്റം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സമ്മതമാവണം, നാട്ടുകാർക്ക് സമ്മതമാവണം, രാജ്യക്കാർക്ക് സമ്മതമാവണം.
അറിവുള്ളവർ തലകുലുക്കി സമ്മതിക്കണം. നമ്മുടെ പിൻഗാമികൾ കേട്ടാൽ അവർക്കും കൂടിയും അഭിമാനവും ആവേശവും തോന്നണം. അങ്ങനെയുള്ളതാണ് സത്പെരുമാറ്റം. ആ പെരുമാറ്റത്തിൻ്റെ സ്ഥാനത്ത് ദുര്യോധനന് ഈ വക പരിഗണനകൾ ഒന്നും തന്നെ ഇല്ലാതെ പറയാണ്. ഏവമുക്ത്വാതു കൗന്ദേയം അപോഹ്യവസനം സ്വകം സ്മയൻ അവേക്ഷ്യ പാഞ്ചാലീം ഐശ്വര്യമദമോഹിത. 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 ആ സദസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നത് എങ്ങനെയാ? പാണ്ഡവന്മാരെ മുഴുവൻ മുക്കറ താങ്ങിച്ചു കഴിഞ്ഞു. അവർക്ക് ഇനി ഒന്നുമില്ല. പാഞ്ചാലി അടക്കം തൻ്റെ കയ്യിലാണ്. ഹസ്തിനപുരത്തിലുണ്ട്, ഉള്ളതുണ്ട്, ഇന്ദ്രപ്രസ്ഥത്തിലുണ്ട്. എല്ലാം കയ്യിലാക്കി കഴിഞ്ഞു. ആ കയ്യിലാക്കിയതിന് ശേഷം ആ ഐശ്വര്യം, അതിൽ നിന്നുണ്ടാവുന്ന മതം, ആ മതത്താൽ വന്നിട്ടുള്ള മോഹം, അന്ധത, അതിന് വിധേയമായി അടിമയായി പറയുകയാണ്. കൗന്ദയനോട് ഇങ്ങനെ പറഞ്ഞ് അപോഹ്യവസനം സ്വകം സ്മയന്നവേക്ഷ്യ പാഞ്ചാലീം. പാഞ്ചാലി പുച്ഛിച്ച് പരിഹസിച്ച് ചിരിച്ചുകൊണ്ടൊരു നോട്ടം. എന്നിട്ട് എന്ത് ചെയ്തു? ആ വസ്ത്രം ഉടുത്തിട്ടുണ്ടല്ലോ അരയ്ക്ക് താഴെ, ആ വസ്ത്രത്തിൽ ഇടത്തെ കാലിൽ ഇടത്തെ തുടയിലുള്ള വസ്ത്രം വലിച്ചങ്ങോട്ട് കയറ്റിയത്രേ. എന്നിട്ട് ആ തുട പാഞ്ചാലിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പുച്ഛമായി ചിരിച്ചുകൊണ്ട് നോക്കി ഇങ്ങനെ പറഞ്ഞു. ഏവമുക്ത്വാതു കൗന്ദേയം അപോഹ്യവസനം സ്വകം സ്മയന്നവേക്ഷ്യ പാഞ്ചാലീം ഐശ്വര്യമദമോഹിത. പ്രദീപനുണ്ടല്ലോ, പ്രദീപൻ ഇവരുടെ എല്ലാവരുടെയും പൂർവികനാണ്. ആ ഗംഗയിലത്തെ ആ കന്യക, ഗംഗാകന്യക വന്ന് വലത്തെ തൊടയിലായിരുന്നത്. അപ്പം നീ മകളുടെ സ്ഥാനത്താണ് ഇരുന്നത്, മരുമകളാക്കാം എന്ന് പറഞ്ഞ് ഒരു തരത്തിലുള്ള വിഷമത്തിനും പോവാതെ പോയി തപസ് ചെയ്തൊരു കുട്ടിയുണ്ടായി ശന്തനു. ആ ശന്തനുമാണ് പിന്നീട് ഗംഗയെ വിവാഹം കഴിച്ചത്. ഇവിടെയോ ഇടത്തെ തൊട, അതാണ് ഭാര്യമാർക്കുള്ളത്. നീ അവിടെയല്ല വന്നിരുന്നത്, വലത്തെ തൊടയിലായിരുന്നത്. ഈ ബന്ധങ്ങൾ നോക്കൂ, അവിടെ ഒരു സംസ്കാരം തന്നെ നമുക്കുണ്ടായിട്ടുണ്ട്. അഭ്യുസ്മയിത്വാരാധേയം ഭീമം ആദർശയന്നിവ ഭീമം ആദർശയന്നിവ ദ്രൗപദ്യാഹ പ്രേക്ഷമാണായാഹ സവ്യം ഊരും അദർശയത്. അഭ്യുസ്മയത്വാരാധേയം. കർണനാണല്ലോ ഇവിടെ മുമ്പ് പറഞ്ഞു നിർത്തിയത്. ആ കർണൻ പറഞ്ഞു നിർത്തിയപ്പോൾ ആ പറച്ചലിനെ അനുമോദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട്, കർണ ശരി, നീയും കൂടി എനിക്ക് പിൻബലമുണ്ടെന്നുള്ളത് മനസ്സിലായി, അപ്പോഴേ എനിക്ക് പാണ്ഡവന്മാരെ വേണ്ടി വന്നാൽ നേരിടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിചാരമൊക്കെയായി. കർണൻ പറഞ്ഞതിന് അനുമോദിച്ചുകൊണ്ട് താൻ ചെയ്യുന്നതിൻ്റെ ആ മഹത്വം അത് തെളിപ്പിച്ചുകൊണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് അത്ര ത്രാണിയുണ്ട്, നിറഞ്ഞ സദസ്സിൽ എൻ്റെ ഇടത്തെ തൊടയിലത്തെ വസ്ത്രം നീക്കി ഞാനിതാ ദ്രൗപദിക്ക് കാണിച്ചു കൊടുക്കണു, നിനക്ക് സന്തോഷാവും ഇല്ലേ എന്ന് തോന്നിക്കുമാറ് അഭ്യുസ്മയിത്വാരാധേയം ഭീമം ആദർശയന്നിവ. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ മനസ്സിൽ എന്താ വേറെ ഒരു വിചാരം? കർണൻ അനുമോദിക്കും എന്ന് പറഞ്ഞ മാതിരി ഇതിൽ എതിർക്കാനുള്ള, എന്നോട് കടപിടിക്കാൻ, ദ്വന്ദ്വയുദ്ധത്തിൽ കടപിടിക്കാനുള്ള ഒരാള് ഭീമനാണ്. ആ ഭീമം ആദർശയന്നിവ. ഭീമ, നിനക്ക് കയ്യൂക്കുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം, എന്നേക്കാളും ശക്തി കൂടും. ആ ശക്തിയൊന്നും ഇവിടെ പ്രകടമാക്കാൻ പറ്റില്ല, മനസ്സിലാക്കിക്കോ, എൻ്റെ ദാസനാണെന്ന്. വല്ലാത്തൊരു വെല്ലുവിളിയാ ഭീമൻ്റെ നേരെ. ഭീമം ആദർശയന്നിവ ദ്രൗപദ്യാഹ പ്രേക്ഷമാണായാഹ. ദ്രൗപദി ഇരിക്കുന്നിടത്തേക്ക് തിരിഞ്ഞങ്ങടിരുന്ന് ദ്രൗപദിക്ക് കാണിച്ചു കൊടുക്കുകയാണ്, നിനക്ക് ഇരിക്കാനുള്ള തൊടയാണ്, വന്നിരുന്നോ ഈ തൊടയിൽ എന്ന് പറയുന്ന മാതിരി സവ്യമൂരും അദർശയത്. ഇടത്തെ തൊട അങ്ങോട്ട് തുറന്ന് കാണിച്ചു കൊടുത്തു അത്രേ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ വസ്ത്രാക്ഷേപം വസ്ത്രാക്ഷേപം എന്ന്. ആ വസ്ത്രാക്ഷേപം ഒരു ഭാഗത്ത്, ഇതോ അതിലേറെയാ. കർണനെ നോക്കി ചിരിച്ചു, ഭീമനെ പുച്ഛിച്ച് വെല്ലുവിളിച്ചു. അതങ്ങോട്ട് കണ്ടപ്പോൾ ഭീമന് സഹിക്കാൻ പറ്റിയില്ല അത്രേ. ഇങ്ങനെ ഓരോരോ രംഗങ്ങൾ അരങ്ങേറുന്നത് എന്തിനാ? അരങ്ങേറുന്നത് അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഒരു കുറവുമില്ലാതെ പൂർണ്ണ ഗൗരവത്തോടു കൂടി തടസ്സമില്ലാതെ നൽകാൻ പറ്റിയ തരത്തിലുള്ള, ഓണം വരാനൊരു മൂലം എന്ന് പറയില്ലേ, അതുമാതിരി മൂലമാവാനാ. അത് കണ്ടപ്പോൾ ഭീമൻ എന്ത് ചെയ്തു? പിതൃഭി സഹസാലോക്യം മാസ്മ ഗച്ഛേത് മൃഗോദരഃ യദ്യേതമൂരം ഗതയാ
ന ഭിന്ദ്യാം തേ മഹാഹവേ. ഭീമന്റെ ഒരു പ്രതിജ്ഞ. പിതൃഭി സഹസാലോക്യം മാസ്മ ഗച്ഛേത് വൃകോദരഃ. വൃകോദരൻ എന്നാണ് ഭീമന് പേര്. ആ വൃകോദരനായിരിക്കുന്ന ഞാൻ ഇതാ പ്രതിജ്ഞ ചെയ്യണു, ഭൂമിയും ആകാശവും കേൾക്കത്തക്ക വിധത്തിൽ എല്ലാവരും കേട്ടോളൂ. പിതൃക്കളോടുകൂടി എനിക്ക് സ്വർഗലോകം ഉണ്ടാവില്ല, ഞാൻ അങ്ങോട്ട് പോവില്ല. എങ്ങനെയാണെങ്കിൽ യദ്യേതം ഊരും ഗതയാ ന ഭിന്ദ്യാം തേ മഹാഹവേ. ഞങ്ങളിപ്പോൾ ദാസന്മാരാണെന്നൊക്കെ നീ വിചാരിക്കുന്നുണ്ടാവും. ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കുകയാണ്, ഞങ്ങൾ ഇടപെടണില്ല, അതും ശരിയാണ്. പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങളെ ധർമ്മം തുണയ്ക്കുന്നൊരു വിശ്വാസമുണ്ട്. ഈ കാണുന്നതൊക്കെ ക്ഷണികമോ താത്കാലികമോ തത്കാലീനമോ ആണ്. ഇതൊക്കെ കഴിഞ്ഞ് വലിയൊരു യുദ്ധത്തിൽ തൻ്റെ തൊട ഞാൻ ഗത കൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പിതൃലോകം വേണ്ട, സ്വർഗലോകം വേണ്ട. എല്ലാവരും കേട്ടോളൂ. പിതൃഭിः സഹസാലോക്യം മാസ്മ ഗച്ഛേത് വൃകോദരഃ യദ്യേതമൂരും ഗതയാ ന ഭിന്ദ്യാം തേ മഹാഹവേ. ഈ ഭീമനെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ ദുര്യോധനൻ ഇങ്ങനെ ചെയ്തത്? ഈ ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നില്ലെങ്കിൽ ആ സഹോദരന്മാരുടെ മനസ്സിൽ ഇവരോട് ഈ മാതിരിയുള്ള ഒരു ശത്രുതയോ ഒരു അസഹിഷ്ണുതയോ ഉണ്ടാവില്ല. അവർ സമാധാനപ്രിയന്മാരാണ്, യുധിഷ്ഠിരൻ കൂടുതലും. ഇതൊക്കെ ആയിട്ടും മഹാഭാരത യുദ്ധം നടത്താൻ കുരുക്ഷേത്രത്തിലേക്ക് പോവാൻ യുധിഷ്ഠിരൻ വിസമ്മതിച്ചു. എങ്ങനെയെങ്കിലും രക്തച്ചൊരിച്ചൽ ഒഴിവാവണം എന്ന് പറഞ്ഞ് കൃഷ്ണനെ വരെ പറഞ്ഞയച്ചു ദൂത് പറയാൻ. അപ്പം മഹാത്മാവിൻ്റെ മനസ്സിൽ ഇവരോട് പോരുണ്ടാവില്ല. ഇനിയുമുണ്ട് ചില ദൃഷ്ടാന്തങ്ങൾ, ഞാൻ വഴിയേ പറയാം. അങ്ങനെ ഒരു സമാധാനപ്രിയന്മാരാ. അവർക്ക് പോലും സഹിക്കുവയ്യാതെ പൊട്ടിത്തെറിച്ച് അഗ്നിപർവ്വതം പോലെ ഇങ്ങനെയുള്ള ഒരു പ്രതിജ്ഞ ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ മാതിരിയുള്ള ദുഷ്ടസാഹസങ്ങൾ അരങ്ങേറിയേ പറ്റൂ. അപ്പോൾ ഇത് വാസ്തവത്തിൽ അവർക്കുള്ള വെല്ലുവിളിയോ അതോ തനിക്കുള്ള നാശവിത്ത് വതയ്ക്കലോ? ആലോചിച്ച് നോക്കിക്കോളൂ നിങ്ങൾ. ധർമ്മത്തിൻ്റെ ശക്തിയാണത്. അവർക്കുള്ള വെല്ലുവിളിയാണോ? ഭീമനുള്ള വെല്ലുവിളിയായിരുന്നോ ഇത്? അതോ തന്നെ തന്നെ നശിപ്പിക്കാനുള്ള വിത്തുകുത്തിയിടലോ എന്ന് നല്ലോണം ആലോചിക്കേണ്ട സമയമാണ്. ഈ ധർമ്മദൗത്യം നിർവഹിക്കാൻ നല്ല മനസ്സുള്ളവരവർ, പവിത്ര മനസ്കര. അവർക്ക് ധർമ്മദൗത്യം നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? കുരുക്ഷേത്രത്തിൽ യുദ്ധം നടക്കണം. ആ യുദ്ധത്തിൽ എത്ര സൈന്യം വന്നു കൂടിയിരിക്കുന്നത്? 45 ലക്ഷമാണ്. അതിൽ 11/18 ഭാഗം എവിടെയാ? ദുര്യോധൻ്റെ പക്ഷത്തിലാണ്. ഇങ്ങനെ വലിയ ഒരു യുദ്ധത്തിൽ ദുഷ്ടന്മാരെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഈയാമ്പാറ്റ ഒന്നിച്ചു ചെന്ന് ആഹുതി കൊടുക്കുന്ന മാതിരി കൊടുക്കണമെങ്കിൽ എളുപ്പം സാധിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് അതിനൊരു നാന്ദി എന്നുള്ള നിലയ്ക്ക് ഈ രംഗങ്ങളൊക്കെ അരങ്ങേറുന്നത്. ആ പഞ്ചപാണ്ഡവന്മാർ സഹോദരന്മാരുണ്ടല്ലോ, കസിൻസ് ആണ് എന്നുള്ളൊരു വിചാരം അവർക്കുണ്ട്. ആ വിചാരത്തിനെ തട്ടി തകർത്തുകൊണ്ട് ശത്രുക്കളെ പോലെ കരുതി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യർക്ക് ഒരിക്കലും സമ്മതമല്ലാതെ. പക്ഷേ അത് നടക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ ധർമ്മദൗത്യത്തിൻ്റെ ആവശ്യമാണ്, നിർബന്ധമാണ്, ആഹ്വാനമാണ്. അപ്പം അതിന് നല്ല മനസ്സിനെ സജ്ജമാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല വികൃതികളും പല തോന്നിവാസങ്ങളും വേണം. അപ്പോഴേ നടക്കൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ അരങ്ങേറിയത്. ഇത്രയും ആയപ്പോൾ കാര്യങ്ങൾ തീരുന്നുണ്ടോ? തീരുന്നില്ല പ്രേക്ഷകരെ, തീരുന്നില്ല. നിങ്ങൾ വിചാരിച്ചു 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടൊക്കെ തീരുന്ന, 1 മണിക്കൂറല്ല, മണിക്കൂറുകൾ എത്രയായിപ്പോൾ. അപ്പോൾ വിതുരൻ അവിടെ ഇത്രയും സാഹസം, ഈ മാതിരി ഒരു കൃത്യം ലോകത്തിൽ ആരെങ്കിലും ചെയ്യും? നിറഞ്ഞ ഒരു സദസ്സിൽ ദ്രൗപദിയെ പുച്ഛിച്ച് നോക്കിക്കൊണ്ട് കർണനെ അഭിനന്ദിച്ചുകൊണ്ട് തൻ്റെ ഇടത്തെ തൊട, എത്ര ആളിരിക്കുന്നു അവിടെ പ്രായം കൂടിയവരെ, അവരുടെ മുമ്പിൽ തൊട കാണിക്കാനാണ് നമ്മൾ ചെല്ലണത്. മാനവും മര്യാദയുമായി വസ്ത്രമണിഞ്ഞ് ബ്രിട്ടീഷുള്ള രാജ്യമാർ വരുമ്പോൾ കയ്യിൽ ഉറയും കൂടി ഇട്ടിട്ടാണ് വരിക. ഒരാളും കാണിക്കില്ല അവർ. അങ്ങനെയുള്ള ഒരു വലിയ പാരമ്പര്യമുള്ളവരാണ്. അതിൽ തൊട കാണിക്കുക ഒരു സദസ്സിൽ വെച്ചിട്ട് ആരെങ്കിലും ചെയ്യുമോ? ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന കളി എന്താ? ദ്രൗപദിയെ ഞങ്ങൾ ചൂതിൽ നേടി എന്നുള്ളതാണ്. അപ്പോൾ വിതുരൻ അവിടെ ഇടയിൽ കിടന്ന് സംസാരിക്കുക. ശരിയായിട്ടുള്ള ധർമ്മരീതി എപ്പോഴും ഉപദേശിച്ച് തെറ്റ് ചൂണ്ടിക്കാട്ടി തിരുത്താൻ പരിശ്രമിക്കുന്ന ഒരു മഹാത്മാവാണ് വിതുരൻ. അധികാരമൊന്നും രാജാധികാരമില്ലെങ്കിലും ആ വിതുരൻ പറയാണ്, സ്വപ്നേ യഥൈതദ് വിജിതം ധനം സ്യാത്, സ്വപ്നേ യഥൈതദ് വിജിതം ധനം സ്യാത്, ഏവം മന്യേ യസ്യ ദീവ്യത്യനീശഃ, ഗാന്ധാരരാജസ്യ വചോ നിശമ്യ
ധർമാദസ്മാത് കുരവോ മാപയാത സ്വപ്നേ യഥൈതദ്വിജിതം ധനം സ്യാത് ഏവം മന്യേ യസ്യ ദീവ്യത്യനീശഃ. ദുര്യോധന, സദസ്യരെ, നിങ്ങളെല്ലാവരും കേട്ടോളൂ. ഈ ദ്രൗപദിയെ നമ്മൾ ജയിച്ചോ ജയിച്ചില്ലേ എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പ്രശ്നം. അതിന് മറുപടിയല്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? കേട്ടോളൂ ഞാൻ പറയണത്. സ്വപ്നേ യഥൈതദ്വിജിതം ധനം സ്യാത്. ഒരു ദരിദ്രൻ കിടന്ന് ഉറങ്ങി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ വലിയ പണക്കാരനായി വലിയ മാളിക കെട്ടിയിരിക്കുന്നു, എൻ്റെ ഭാര്യയും കുട്ടികളും ഒക്കെ എത്ര നന്നായിട്ട് ജീവിക്കുന്നു, പങ്കയാണെങ്കിൽ പങ്ക, വലിയ ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട്, അങ്ങനെ ധാരാളം ധനം, വലിയ ഒരു സ്ഥലം, അതിൻ്റെ എല്ലാം ഉടമസ്ഥനായി നല്ലോണം ജീവിക്കുന്ന ഒരു സ്വപ്നമാണ് കണ്ടത്. ആ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള ധനമോ പ്രതാപമോ ആ മനുഷ്യന് യഥാർത്ഥത്തിൽ ഉണ്ടാവുമോ ഉറങ്ങി എണീറ്റാൽ? സ്വപ്നേ യഥൈതദ്വിജിതം ധനം സ്യാത് ഏവം മന്യേ യസ്യ ദീവ്യത്യനീശഃ. അതുപോലെയാണ് കളിയിൽ തെറ്റായി പന്തയം വെച്ച ഈ ദ്രൗപദിയുടെ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക്. സ്വപ്നത്തിലുള്ളത് പോലെയാണ്. സ്വപ്നത്തിൽ കണ്ടതൊന്നും എഴുന്നേൽക്കുമ്പോൾ ഇല്ല, മിഥ്യയാണ്. അതുപോലെ കളിച്ച് നേടിയെടുത്ത ഈ ഒരു പന്തയത്തിൽ നേടിയെടുത്തതുണ്ടല്ലോ, അതിങ്ങനെ കാര്യമായി നിങ്ങൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയാവില്ല എന്ന്. ഗാന്ധാരരാജസ്യ വചോ നിശമ്യ ധർമാദസ്മാത് കുരവോ മാപയാത. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഗാന്ധാര രാജാവ് ആരാ? ശകുനി. കള്ളച്ചൂതാണ് കളിച്ചത്, അതോ ദുര്യോധനന് പകരമാണ് കളിച്ചത്? ഈ കളിക്കണത് എന്തിനാ? ആ കളിയിലുള്ള ഒരു രസവും ഒരു സന്തോഷവുമാണ്. അപ്പം അത് ആര് കളിക്കാരുണ്ടോ അവർ സ്വയം വേണം പകടയെറിയാൻ. അത് എറിയുന്നതിന് പകരം എനിക്ക് പകരം എൻ്റെ അമ്മാവൻ കളിക്കും എന്ന് ദുര്യോധനൻ പറഞ്ഞാൽ അതിന് എത്രത്തോളം അർത്ഥമുണ്ട്? ഒരാൾക്ക് പകരം വേറൊരാൾ കളിക്കും. രണ്ട് രാജാക്കന്മാർ തമ്മിലാണ് ഇവിടെ വിനോദം എന്ന് പറഞ്ഞാൽ കളി നടത്തുന്നത്. അതിൽ പകരം കളിച്ചു. എന്നിട്ട് ഈ ഗാന്ധാര രാജാവാണ് പറഞ്ഞത്, എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ വെച്ചു, ഇനി എനിക്കൊന്നുമില്ല. അല്ല യുധിഷ്ഠിര, അവിടെ നിങ്ങളുടെ ദ്രൗപദി ഉണ്ടല്ലോ, ആ ദ്രൗപദിയെയും പന്തയം വയ്ക്കൂ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അത് കേട്ടിട്ട് പന്തയം വെച്ചതാ. ആ ശകുനിയുടെ വാക്കും ആ വാക്കിൻ്റെ മുകളിൽ കിട്ടിയിട്ടുള്ള ഒരു അവകാശവും നിങ്ങൾ മുറുക്കി പിടിച്ച് ഈ ഒരു ദുരിതം ചെയ്യരുത്. എന്താ അവിടെ പറയണത്? ധർമാദസ്മാത് കുരവോ മാപയാത. നമ്മളൊക്കെ ആ തപസ് ചെയ്തിട്ടുള്ള പഴയ കാലത്തുള്ള കുരുമഹാരാജാവ് ചക്രവർത്തിയുടെ പിൻഗാമികളാണ്. ആ വംശത്തിൽ ഈ ധർമ്മം ഇങ്ങനെ ക്രൂശിക്കപ്പെടരുത്, അത് ലംഘിച്ച് നമ്മൾ പ്രവർത്തിക്കരുത്. നിങ്ങൾക്ക് ദ്രൗപദിയുടെ അവകാശമോ ഉടമസ്ഥതയോ ഒന്നും കിട്ടിയിട്ടില്ല. കളിയിലാണ് ചിലത് നടന്നത്. കളിച്ചത് ചതിയായിട്ട്, ചതിയനാണ് ആവശ്യപ്പെട്ടത്. ആ ചതിയെ പിന്തുടർന്നാണ് ഈ സംഗതികളൊക്കെ നടന്നിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ഒരവകാശവാദം ഉന്നയിച്ച് ധർമ്മത്തിനെ നിങ്ങൾ ഹനിക്കരുത്. നിങ്ങൾക്കുള്ള ബലം മുഴുവനും ധർമ്മത്തിൽ നിന്ന് വേണം വരാൻ, അതുകൊണ്ട് ഇത് ശരിയല്ല. അപ്പോൾ വിതുരൻ്റെ വാക്ക് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. കർണൻ എന്തൊക്കെയോ പറഞ്ഞു, സാഹസം. ദുര്യോധനൻ സാഹസം കാണിച്ചു. പലതും അവിടെ നടന്നു. ഭീഷ്മൻ്റെ അവസാന വാക്ക് ഭീഷ്മനും പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. സ്വപ്നേ യഥൈതദ്വിജിതം ധനം സ്യാത് ഏവം മന്യേ യസ്യ ദീവ്യത്യനീശഃ. അനീശനാണ് ഇവിടെ ദ്രൗപദിയെ പണയം വെച്ചിരിക്കണേ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. രാജാവല്ല പണയം വെച്ചത്, ദാസ്യം വരിച്ചതിന് ശേഷം ദാസനാണ്. ആ ദാസന് പിന്നെ രാജ്യത്തെ തൊടാൻ ഒരവകാശവും ഇല്ല. അവർ സ്വതന്ത്രയായിട്ട് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഗാന്ധാര രാജാവിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഇത് മുഴുവനും ഉണ്ടായത്. നിങ്ങൾ ഒരിക്കലും അധർമ്മം ചെയ്യരുതേ എന്നാണ്. ഇത്രയും കേട്ടപ്പോൾ ദുര്യോധൻ്റെ മനസ്സിനൊരു മാറ്റം കുറച്ച് വരാതിരിക്കുമോ? കാര്യങ്ങൾ അവസാനിക്കണമില്ലല്ലോ, ദ്രൗപദി വിടണില്ലല്ലോ. ഭീമനും ഗത കൊണ്ട് തട്ടി തകർക്കുന്ന പറഞ്ഞ്. എന്തൊക്കെ പറഞ്ഞാലും ദുര്യോധൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. ആ പേടി ഉള്ളിലുണ്ടല്ലോ, അതെന്തൊക്കെ പറഞ്ഞാലും എത്ര ധീരത കാണിച്ചാലും അത് ഉള്ളിൽ നിന്ന് പോവില്ല. അപ്പോൾ വിതുരൻ ഇതും കൂടി പറഞ്ഞപ്പോൾ ഒരഴവ് വരാതെ പറ്റിയില്ല. അഴഞ്ഞിട്ട് പറയുക, ഭീമസ്യ വാക്യേ തദ്വദേവ അർജുനസ്യ സ്ഥിതോഹം വൈ യമയോശ്ചൈവമേവ യുധിഷ്ഠിരം തേ പ്രവദന്ത്വനീശം അഥോ ദാസ്യാത് മോക്ഷ്യസേ യാജ്ഞസേനീ.
ദ്രൗപദിയെ നോക്കി പറയുക, യാജ്ഞസേനി, യജ്ഞസേന പുത്രി, എനിക്കൊരഭിപ്രായം പറയാനുള്ളത് ഇതാ. ഒരു തീരുമാനത്തിൽ നമ്മൾ എത്താൻ പറ്റുന്നില്ലല്ലോ. യുധിഷ്ഠിരനാണെങ്കിൽ മിണ്ടുന്നില്ല നിന്റെ ഭർത്താവ്, അവിടെ ബാക്കി 4 പേരുണ്ട്. ആ 4 പേരാവുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഭീമസ്യ വാക്യേ തദ്വദേവാർജുനസ്യ സ്ഥിതോഹം വൈ യമയോശ്ചൈവമേവ. 4 പേര് അപ്പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ. ഭീമനാകട്ടെ, അർജുനനാകട്ടെ, നകുലനോ സഹദേവനോ ആകട്ടെ, അവരെല്ലാവരും കൂടി ഒരാളെങ്കിലും പറയണം, യുധിഷ്ഠിരം തേ പ്രവദന്ധ്വനീശം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇതിൻ്റെ ഗൗരവം എത്രയുണ്ടെന്ന്? അവർ പറയണം യുധിഷ്ഠിരനെ അനീശനാണ്. അദ്ദേഹം പന്തയം വയ്ക്കുന്ന സമയത്ത് ഈശനായിരുന്നില്ല, അനീശനാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഈശനല്ല അദ്ദേഹം ഇപ്പോഴും എന്ന് യുധിഷ്ഠിരൻ്റെ ആ നേതൃസ്ഥാനം, അവരുടെ മഹാരാജാവ്, നേതാവ് എന്നുള്ള സ്ഥാനം, ആ യുധിഷ്ഠിരൻ ചെയ്തതിനനുസരിച്ചാണല്ലോ അവർ പ്രവർത്തിച്ചത്. ആ അനുസരിച്ച് പ്രവർത്തിച്ച് അവർ പറയണം യുധിഷ്ഠിരൻ ഞങ്ങളുടെ ഈശനല്ല, ലോഡല്ല, സ്വാമിയല്ല എന്ന്. അവരാരെങ്കിലും ഒരാളോ കൂട്ടായോ പറഞ്ഞാൽ അധോ ദാസ്യാത് മോക്ഷ്യസേ യാജ്ഞസേനീ, നിന്നെ ഞാൻ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കാം. അപ്പൊ യുധിഷ്ഠിരൻ മിണ്ടാത്ത യുധിഷ്ഠിരനെ നിർബന്ധിക്കുന്നില്ല, നിങ്ങളെങ്കിലും തുറന്നു പറയൂന്ന്. ഇതിന് അർത്ഥം എന്താ? ധർമ്മത്തിന്റെ ശക്തി ഉണ്ടല്ലോ, അത് നിഗൂഢമാണ്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് പറയും. ആ നിഗൂഢമായ ശക്തിക്ക് വിധേയനായി ദുര്യോധൻ അറിയാതെ തന്നെ ആ ദുർബലത വന്നു പോവുകയാണ്. അപ്പം ദുര്യോധനന് സമ്മതിക്കേണ്ടി വന്നു. എന്ത്? താൻ അവകാശപ്പെടുന്നത് ശരിയല്ല, ശരിയല്ല എന്നല്ലേ ഇതിൽ നിന്ന് തെളിയുന്നത്. ഇതാണ് ഈ ധർമ്മത്തിൻ്റെ പക്ഷം, ധർമ്മപക്ഷം, ധർമ്മപക്ഷം. ധർമ്മയേവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ നാം രക്ഷിച്ച് പരിപാലിച്ചു പോന്നാൽ അത് നമ്മളെ രക്ഷിക്കും. ഇവിടെ ഇപ്പോൾ ഈ ദ്രൗപദിയെ രക്ഷിക്കാൻ ആരുണ്ട്? ഒന്നുമില്ല, ധർമ്മം മാത്രമേ ഉള്ളൂ. ആ ധർമ്മം അതിൻ്റെ നിഗൂഢം അതിസൂക്ഷ്മമായിരിക്കുന്ന പ്രഭാവം കാണിക്കുകയാണ്. ദുര്യോധൻ്റെ വാക്കുപോലും മാറി. ഇവരാരെങ്കിലും ഒരാൾ യുധിഷ്ഠിരൻ എൻ്റെ സ്വാമി, ഞങ്ങളുടെ സ്വാമിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ മോചിപ്പിക്കാം ദാസ്യത്തിൽ നിന്ന്. അപ്പം നീ ദാസിയാണ്, ദാസ്യത്തിൻ്റെ പേരിൽ എനിക്കാണ് ഇനി ഉടമസ്ഥാവകാശം, ഞാനാണ് നിന്നെ മോചിപ്പിക്കാനുള്ളത്. നിന്റെ ദാസ്യം പുനഃപരിശോധനയ്ക്ക് വിധേയമല്ല, നീ ദാസി തന്നെയാണ്. ആ ദാസ്യത്തിന് ഉടമസ്ഥനായിട്ട് നിൽക്കുന്നത് ഞാനാ. അപ്പം എനിക്ക് അവസാനമായി പറയാനുള്ളത്, എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ അത് ഇതാണ്, നിന്നെ ഞാൻ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കാം. എങ്ങനെയാണെങ്കിൽ യുധിഷ്ഠിരൻ്റെ സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാളോ എല്ലാവരും കൂടി പറയണം അദ്ദേഹം ഞങ്ങളുടെ സ്വാമിയല്ല എന്ന്. നോക്കൂ, ഇതുവരെ എത്തി. അപ്പം ഭീമൻ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിച്ച് പല പ്രതിജ്ഞകളും ചെയ്തിട്ടുണ്ടല്ലോ. ആ ചെയ്തിട്ടുള്ള പ്രതിജ്ഞ ആ സമയത്തൊക്കെ അർജുനൻ തടുത്തു നിർത്തി, ഒന്നും മിണ്ടിയിട്ടില്ല. അർജുനൻ ആദ്യമായിട്ട് സംസാരിക്കുക, ഇതുവരെ മിണ്ടിയിട്ടില്ല. ഈശോ രാജാ പൂർവമാസീത് ഗ്ലഹേന കുന്തീസുതോ ധർമ്മരാജോ മഹാത്മാ ഈശസ്ത്വയം കസ്യ പരാജിതാത്മാ തജ്ജാനീധ്വം കുരവഃ സർവ ഏവ.